നമ്മളൊരു പള്ളിയിൽ പോയി കുർബാന കഴിയുമ്പോൾ ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, ഗോ ഇൻ പീസ് എന്നേ പറയുന്നുള്ളൂ. പീസ് ഇല്ലെങ്കിൽ വാട്ട് ഇസ് ലൈഫ്? ഏറ്റവും വലിയ ബ്ലെസ്സിങ് എനിക്ക് ഉണ്ടായിരുന്നത്, ഞാൻ നാട്ടിൽ നിന്ന് മാറി, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ എന്നോട് ചോദിക്കാനും പറയാനും ആരുമില്ല. Can you disclose your revenue, annual revenue? But now we are a 100 crore company. Wow. So you have 100 crore software product business revenue and reasonable profit. ഞാൻ 4.5 കൊല്ലം എൻ്റെ എൻജിനീയറിങ് ജീവിച്ചത് 500 രൂപ വെച്ച ഒരു മാസം. അത് വെച്ച് എൻ്റെ ഭക്ഷണവും അക്കോമഡേഷനും സിഗരറ്റും കള്ളും എല്ലാം 500 രൂപ ഈ 500 രൂപയിൽ തീർക്കാൻ ജീവിക്കാൻ പഠിച്ചു. എനിക്ക് മനസ്സിലായി ഇതുപോലൊരു പ്രോഡക്റ്റ് ലോകത്തില്ല. ഇത് ഉണ്ടാക്കിയെടുത്താൽ ആദ്യം 5 കസ്റ്റമേഴ്സിന് വിറ്റ് കഴിഞ്ഞാൽ ഇത് 1000കണക്കിന് കസ്റ്റമേഴ്സിന് വിൽക്കാം. ബിക്കോസ് എല്ലാവരുടെയും റിക്വയർമെൻറ്റ് സെയിം ആണ്. അപ്പോൾ വീട്ടിൽ നിന്ന് പൈസ ഒന്നും കിട്ടില്ല, 5 പൈസ തരില്ല. ബിക്കോസ് അവർക്ക് നാട്ടിൽ വന്ന് നിൽക്കണം, ഗൾഫിൽ പോകണം, അത് മാത്രമേ ഉള്ളൂ. അവർക്ക് നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാവില്ല. നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ആരും ലോൺ തരില്ല. ബാങ്ക് പറയും ആദ്യം തന്നെ നിങ്ങളുടെ വീട് കൊണ്ടുപോവാ, അതിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിനെ ബേസ് ചെയ്തല്ല ലോൺ തരുന്നത്. അപ്പോൾ ഇറ്റ് ഇസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ടു ഗെറ്റ് മണി ഫ്രം സംബഡി. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്ത ഇന്നോവേഷൻ ഒരു ഫിനാൻഷ്യൽ ഇന്നോവേഷൻ. അമ്മ ഈ 3 മാസവും 2 മാസവും ഒന്നുമില്ല, എല്ലാ ആഴ്ചയും വിളിക്കും, എന്നാണ് മോനെ കാശ് കരുതുന്നത്. അവസാനം എനിക്ക് മനസ്സിലായി ഈ കാശ് മേടിച്ച ഇതാ ഗതി, ആൾക്കാർ വിടൂല. അന്ന് ഞാൻ തീരുമാനിച്ചു ആരുടെയൊന്നും പേഴ്സണലായിട്ട് കാശ് മേടിക്കരുത്. അത് മാത്രമല്ല, ഇത്രയും നാൾ നമ്മൾ വർക്ക് ചെയ്ത ട്രസ്റ്റ് ഇല്ലേ, ലോകത്ത് ഏറ്റവും വലിയ ഫാക്ടർ ആൾക്കാർ ബിസിനസ് ചെയ്യുന്ന ട്രസ്റ്റ്. സാലറിക്ക് കാശുണ്ടാവില്ല. ഞാൻ പല പ്രാവശ്യം എൻ്റെ വൈഫിൻ്റെ സ്വർണം കൊണ്ട് വെച്ച് പണയം വെച്ച് കാശെടുത്ത് കൊടുത്തിട്ടുണ്ട്. മാർവാടിയിൽ നിന്ന് കാശ് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പരമാവധി എത്ര ശതമാനം പലിശ കൊടുത്തിട്ടുണ്ട്? കത്തി റേറ്റ് ഒരു 52-53. ആ കോവിഡ് ടൈമിലാണ് മനസ്സിലാക്കിയത് എനിക്കിപ്പോൾ വേണ്ട എല്ലാം ആയി. ഇനി ഞാൻ ചെയ്യേണ്ടത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് വാട്ട് ഐ ക്യാൻ ഡു ഫോർ ദ വേൾഡ്. അത് ചിന്തിക്കാൻ കാരണം എൻ്റെ ആവശ്യങ്ങൾ തീർന്നു. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് കാശില്ലാത്തവന് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഇത് ഞാൻ എപ്പോഴും പറയേ, ഈ കയ്യിൽ പണമില്ലാത്തവരാണ് ഏറ്റവും വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ദുബായ് ചെന്ന് UAE ചെന്നൊരു കസ്റ്റമറിനെ കാണുമ്പോൾ, ഡു യു ഹാവ് എ കസ്റ്റമർ ഇൻ UAE? നോ, ഐ ഡോണ്ട് വോണ്ട് ടു ബി ദ ഫസ്റ്റ് കസ്റ്റമർ. അങ്ങനെ തകർന്നുപോയി. ഡെവലപ്മെന്റ് നടക്കണം, കൊച്ചി നോക്കണം, ഇത് 3 നോക്കണം. ആ ഒരൊറ്റ കൊല്ലം ഈ മുടിയെല്ലാം പോയത്, കത്തിപ്പോയി. ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് കോടത്ത് വർഗീസ് ഡാനിയൽ, അതർവൈസ് നോൺ ആസ് KVD. ഒരു കാലത്ത് റോഡുകളുടെ നിർമ്മാണം കാലങ്ങളോളം നീണ്ടുപോകുമായിരുന്നു. പക്ഷേ അടുത്ത കാലത്തായി വളരെ ദ്രുതഗതിയിൽ റോഡ് നിർമ്മാണങ്ങൾ നടക്കുന്നതായിട്ട് കാണാം. ഇതൊക്കെ ഇന്ത്യയിലെ വലിയ കൺസ്ട്രക്ഷൻ കമ്പനികളാണ് നടത്തുന്നത്. ഇന്ത്യയിൽ വലിയ കൺസ്ട്രക്ഷൻ കമ്പനികളെല്ലാം ഉപയോഗിക്കുന്ന പ്രോജക്റ്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ നിർമ്മിച്ച മലയാളി. ചോദ്യം ശരിയല്ലോട്ട് സ്വാഗതം KVD. താങ്ക് യു സുജൻ. സോഫ്റ്റ്വെയർ കമ്പനികൾ കണ്ടമാനമുണ്ട്. മിക്കവാറും ഇന്ത്യൻ സോഫ്റ്റ്വെയർ കമ്പനികൾ സർവീസ് ബിസിനസ്സിലാണ്. പ്രോഡക്റ്റ് കമ്പനികൾ എന്തുകൊണ്ടാണ് അധികം ഇന്ത്യയിൽ ഉണ്ടാവാത്തത്? ഈ പ്രോഡക്റ്റ് കമ്പനി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് കസ്റ്റമറിൻ്റെ റിയൽ പ്രോബ്ലം മനസ്സിലാക്കണം. കസ്റ്റമറിന് ആ പ്രോഡക്റ്റ് കൊടുത്ത് അവരെ കൊണ്ട് യൂസ് ചെയ്യിച്ച് അവരുടെ ഫീഡ്ബാക്ക് കിട്ടി അതിനെ ഇമ്പ്രൂവ് ചെയ്ത് ഇത് 10 കസ്റ്റമർ 100 കസ്റ്റമറിലേക്ക് എത്തിച്ചെടുക്കാൻ ഈ കസ്റ്റമർ പല വെറൈറ്റി ആയതുകൊണ്ട് ഒരു പെർഫെക്റ്റ് സോഫ്റ്റ്വെയർ എല്ലാവർക്കും സൂട്ടബിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ആണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. സെക്കൻഡ്, ഈ സർവീസസ് കമ്പനീസിന് ഒരു സർവീസ് ചെയ്താൽ അപ്പോൾ കാശ് കിട്ടും. ഇവിടെ പ്രോഡക്റ്റ് കൊടുത്ത് യൂസർ സാറ്റിസ്ഫൈഡ് ആയാലും മാത്രമേ കാശ് കിട്ടുകയുള്ളൂ. അപ്പോൾ കണ്ടമാനം ഇൻവെസ്റ്റ്മെൻറ്റ് വേണം ഇത് ബിൽഡ് ചെയ്യാൻ. ഇത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറൊരാൾ അതുപോലെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ തീർന്നു. നമുക്ക് നോക്കിയയുടെ കാര്യം അറിയാമല്ലോ, ഇത്രയും വലിയൊരു പ്രോഡക്റ്റ് ആയിരുന്നു നോക്കിയ. ആപ്പിൾ വന്നു, പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു, നോക്കിയ തന്നെ തീർന്നുപോയി. അപ്പോൾ റിസ്ക് ഭയങ്കര ഹൈ ആണ്. പക്ഷേ സർവീസസ് ബിസിനസ്സിൽ നമ്മളൊരു കസ്റ്റമറിനെ കിട്ടി, ആ പണി ചെയ്തു, അടുത്ത കസ്റ്റമറിൻ്റെ അടുത്ത് പോയി, അങ്ങനെ നമുക്ക് എപ്പോഴും ബിസിനസ് ഉണ്ടാവും. പ്രോഡക്റ്റിൻ്റെ റിസ്ക് ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ടാണ് പ്രോഡക്റ്റ് ബിസിനസ്സിലെ ആൾക്കാർക്ക് കയറാൻ പേടി.
അപ്പോൾ ഇതൊരു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ്. പൊതുവേ ആൾക്കാർ ഒരു ഇൻവെസ്റ്ററിൽ നിന്ന് കാശെടുത്ത് അവർ അതിൽ നിന്ന് പ്രോഡക്റ്റ് ഉണ്ടാക്കി കസ്റ്റമറിനെ കൊണ്ടേ കാണിച്ച് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മൊബൈൽ മേടിക്കുമ്പോൾ നമ്മൾ എത്ര ഫീച്ചേഴ്സ് നോക്കും, വേറെ എത്ര പ്രോഡക്റ്റിനെ കമ്പയർ ചെയ്യും ഇത് മേടിക്കുന്നതിന് മുമ്പ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് അത്രയും നല്ലതായാലും മാത്രമേ നമുക്കത് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ടമാനം ഇൻവെസ്റ്റ്മെൻറ്റ് അപ്ഫ്രണ്ട് ഇടണം. അതുകൊണ്ടാണ് പ്രോഡക്റ്റ് കമ്പനീസിലെ ആൾക്കാർക്ക്. അപ്പോൾ അതുപോലെ ക്ഷമയും കാശും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. KVD തുടങ്ങിയ കാലത്ത് നിങ്ങൾ ഒരിടത്തും ജോലിയൊന്നും ചെയ്യാതെ നേരെ സ്റ്റുഡൻറ് ലൈഫിൽ നിന്ന് ബിസിനസ്സിൽ തുടങ്ങിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ഈ ക്യാപിറ്റൽ എങ്ങനെ ഉണ്ടാക്കാൻ സാധിച്ചു? നമുക്ക് ആദ്യം അറിയേണ്ടത് കസ്റ്റമറിനെ. ഇപ്പോൾ ഞാൻ എൻ്റെ കോളേജ് എൻജിനീയറിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് പഠിച്ചു. അപ്പോൾ കോഴ്സ് പഠിച്ചപ്പോൾ ആ സമയത്ത് ആദ്യമായിട്ടാണ് കമ്പ്യൂട്ടർ വെച്ച് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് ഭയങ്കര പൊട്ടൻഷ്യലാണ്. ഞാൻ കോളേജിൽ നിന്ന് ഫ്രഷായിട്ട് പുറത്ത് വന്നിട്ട് എനിക്ക് ആ കൂടെ അറിയാവുന്ന മെക്കാനിക്കൽ എൻജിനീയറാണ്, പാഷനേറ്റ് ആയിട്ടൊരു മെക്കാനിക്കൽ എൻജിനീയറാണ്, എനിക്ക് ഡിസൈൻ ചെയ്യാൻ അറിയാം. പക്ഷേ ഇത് കസ്റ്റമറിന് എന്താണ് ആവശ്യമെന്ന് അറിഞ്ഞുകൂടാ. ആ സമയത്ത് ഈ എനിക്കറിയാവുന്ന നോളജ് ബാക്കിയുള്ളവരിലും നല്ലപോലെ അറിയാമായിരുന്നു. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ബിസിനസ് ചെയ്തത്. ഇപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളേലും കൂടുതൽ എനിക്കറിയാമായിരുന്നു. അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തത് ഞാൻ ബിസിനസ് ചെയ്യണം. ഈ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എങ്ങനെ ഒരു കസ്റ്റമറിനെ മീറ്റ് ചെയ്യണം, എങ്ങനെ കസ്റ്റമറായിട്ട് സംസാരിച്ച് മനസ്സിലാക്കണം. എൻ്റെ ഏറ്റവും വലിയൊരു സ്കില്ലാണ് നമുക്ക് ഈ ആൾക്കാരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുക, അവരോട് സംസാരിക്കുക. അപ്പോൾ എനിക്കത് ഭയങ്കര ഈസി ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ പഠിച്ച കോളേജ് ഒരു റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജാണ്. അവിടെ ഞാൻ എല്ലാ സ്റ്റേറ്റിലെ ആൾക്കാരായിട്ട് പഠിച്ചു. എൻ്റെ റൂം പാർട്ട്ണർ ഒരു സിംബാബ്വിയൻ, ഒരു യമനിയൻ, ഒരു ഫിജിയൻ, പ്ലസ് ബാക്കിയുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള. അപ്പോൾ എല്ലാ തരം ആൾക്കാരെയും 4-4.5 കൊല്ലം കൂടെ ജീവിച്ച. അപ്പോൾ അവരായിട്ട് അത്ര സ്ട്രോങ് റിലേഷൻഷിപ്സ് ആയിരുന്നു, ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ ഇറ്റ് ഇസ് സോ ഈസി. ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ആദ്യം തന്നെ എങ്ങനെ ഒരു കസ്റ്റമറിൻ്റെ മുമ്പിൽ എത്തിപ്പെടാം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ബിക്കോസ് കസ്റ്റമറിനോട് സംസാരിച്ചാലേ അറിയാവുള്ളൂ അവരുടെ പ്രോബ്ലം. നമ്മൾ കയറി കസ്റ്റമറിനോട് പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയില്ല. ആദ്യം അവരായിട്ട് ഫ്രണ്ട്സ് ആണ്. അപ്പം അതിനു വേണ്ടി ഞാൻ ആദ്യം ചെയ്തത് ഞാൻ സോഫ്റ്റ്വെയർ ട്രേഡിങ് തുടങ്ങി. അതായത് ഓട്ടോക്യാഡ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. ഈ സോഫ്റ്റ്വെയർ ആണ് അന്ന് ഡിസൈനിന് ഏറ്റവും എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീലർഷിപ്പ് എടുത്തിട്ട് അത് കസ്റ്റമർ മേടിക്കുമ്പോൾ നമ്മളെ വിളിക്കും. അപ്പോൾ അത് വെച്ചിട്ട് അവരായിട്ട് ബന്ധം ഉണ്ടാക്കി. അങ്ങനെ ഒരു കസ്റ്റമർ 2 ദിവസം ഓരോ കസ്റ്റമറിൻ്റെ അടുത്തും ഈ കാർഡ് കൊടുത്ത് നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അവരോട് ചോദിക്കും. അപ്പോൾ ഈ ലോകത്ത് എല്ലാവർക്കും സംസാരിക്കാൻ ഇഷ്ടമാണ്, എസ്പെഷ്യലി ഇതുപോലത്തെ ടെക്നിക്കൽ ആൾക്കാർ. ഇവരൊരിക്കലും വർക്കിംഗ് അവേഴ്സിൽ മീറ്റ് ചെയ്യില്ല. വർക്ക് കഴിഞ്ഞിട്ട് വൈകിട്ടിരുന്ന് 7-8 മണി വരെ ഇവരുടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറയും. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇവരുടെ റിക്വയർമെൻറ്റ് ഈ കാർഡ് വെച്ചിട്ട് എന്താണ്. അങ്ങനെ ഈ കസ്റ്റമർ ചോദിച്ച കാര്യം അടുത്ത കസ്റ്റമറിനോട് ഇതാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കും. ഇതാണ് എനിക്ക് വേണ്ട, അത് കൂടാണ്ട് ഇതും വേണമെന്ന് പറയും. അങ്ങനെ പല കസ്റ്റമേഴ്സ് നമ്മുടെ ഈ കാർഡ് വിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കി അതിൽ നിന്ന് അവരുടെ റിക്വയർമെൻറ്റ് കിട്ടി അതിനെ സമ്മറൈസ് ചെയ്ത് ആദ്യം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി. ഈ CAD എന്ന് പറയുന്ന ഒരു ഡിസൈൻ വരയ്ക്കുന്ന സോഫ്റ്റ്വെയർ. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് മാനുവലി വരയ്ക്കുന്നതിന് പകരം ഡിസൈൻ ചെയ്യുന്നു. പക്ഷെ അതിൽ ഓട്ടോമേഷൻ. അപ്പോൾ എൻ്റെ കസ്റ്റമർ പറയുന്നത് ഞാൻ മെഷീൻ ടൂൾസ്, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയതുകൊണ്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ മാനുവലി വരയ്ക്കണം. അപ്പോൾ ഞാൻ ഒരു പ്രോഗ്രാമിൽ ഇതിട്ട് കൊടുത്താൽ ഇത് ഓട്ടോമാറ്റിക്കലി വരച്ചാൽ എൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടൂലേ. അപ്പോൾ എനിക്കറിഞ്ഞൂടെ ഇവരെന്താ വരയ്ക്കേണ്ടത്. അപ്പോൾ എന്താ വരയ്ക്കേണ്ടത്? ഓക്കെ, എനിക്ക് നട്ടും ബോൾട്ടും വാഷറും ഇതെല്ലാം ഞാൻ എല്ലാ ഡ്രോയിങ്ങിലും വരയ്ക്കണ്ട. അപ്പോൾ നട്ടിൻ്റെ സൈസ് പറഞ്ഞ് ഇത് ഓട്ടോമാറ്റിക്കലി വരച്ച് തരികയാണെങ്കിൽ അടിപൊളിയാണ്, അത് എൻ്റെ പണി കുറയുമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചാൽ അത് കൂടാണ്ട് വേറെ എന്തൊക്കെ വേണം? അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എനിക്ക് ഒരു ഫ്ലാഞ്ച് വേണം, എനിക്കിത് വേണം. അപ്പോൾ ഞങ്ങളൊരു ലൈബ്രറി പോലെ എല്ലാം അപ്പോൾ വരയ്ക്കുന്ന ഒരു പ്രോഗ്രാം. ഞാൻ ഈ CAD പഠിച്ചുകൊണ്ട് എനിക്ക് അതിൻ്റെ അകത്ത് പ്രോഗ്രാമിങ്ങും അറിയാമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ വരച്ചിട്ട് ഈ പുള്ളിക്ക് കൊടുക്കും. ഈ പുള്ളി ഇത് ഇഷ്ടപ്പെട്ടു,
ഈ പുള്ളി ഉണ്ടാക്കിയ ആ സാധനം കൊണ്ട് വേറൊരാളെ കൊണ്ടേ കാണിക്കും. ആ അവർക്ക് തോന്നി എൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പുള്ളി വന്നേക്കുന്നത്. ആ അങ്ങനെ ഒരു 3-4 കസ്റ്റമറിനെ കണ്ടപ്പോഴത്തേക്കും ഒരു ബ്രോഡറായിട്ടൊരു പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ കിട്ടി. ഇത് ഏത് വർഷങ്ങളിൽ അതൊക്കെ നടക്കുന്നത്? ഞാൻ 22 വയസ്സിലാണ് ബിസിനസ് തുടങ്ങിയത്. 2-3 കൊല്ലം എടുത്തു ഈ റിക്വയർമെൻറ്റ് ഗ്യാദർ ചെയ്യാൻ. ഒരു 93-94 എപ്പോഴാണ്. അപ്പോൾ ഈ 3 കൊല്ലം മറ്റുള്ളവരെല്ലാം ജോലി അന്വേഷിച്ച് നടക്കുകയും അല്ലെങ്കിൽ ചിലപ്പം ജോലി കിട്ടാതെയോ എൻ്റെ 22-23 വയസ്സുള്ള പയ്യൻ എന്ന് പറഞ്ഞാൽ കണ്ടമാനം ഡിസ്ട്രാക്ഷനുള്ള ഒരു സമയമല്ലേ. അപ്പോൾ അത് ആ സമയത്ത് കുടുംബവും കൂട്ടുകാരും ഒക്കെ എങ്ങനെയായിരുന്നു അതിന് കണ്ടത്? അപ്പോൾ ആദ്യം ഏറ്റവും വലിയ ബ്ലെസ്സിങ് എനിക്ക് ഉണ്ടായിരുന്നത്, ഞാൻ നാട്ടിൽ നിന്ന് മാറി, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ എന്നോട് ചോദിക്കാനും പറയാനും ആരുമില്ല. ഞാൻ 4-4.5 കൊല്ലം എൻ്റെ എൻജിനീയറിങ് ജീവിച്ചത് 500 രൂപ വെച്ച ഒരു മാസം. അപ്പോൾ എൻ്റെ അത് വെച്ച് എൻ്റെ ഭക്ഷണവും അക്കോമഡേഷനും സിഗരറ്റും കള്ളും എല്ലാം 500 രൂപ ഈ 500 രൂപയിൽ തീർക്കാൻ ജീവിക്കാൻ പഠിച്ചു. അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ എനിക്ക് 500 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും ജീവിക്കാന്നുള്ള ഇതാണ്. ബാംഗ്ലൂർ ചെന്നപ്പോൾ ഒരു അക്കോമഡേഷനും കൂടെ ആഡ് ചെയ്യണമായിരുന്നു. അതുപോലെ തന്നെ അന്ന് ബൈക്ക്, എൻ്റെ ഫാദറിൻ്റെ ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. ആ സ്കൂട്ടർ പെട്രോൾ അടിക്കണം. അപ്പം ഇതിനുള്ള കാശ് മതി. അപ്പോൾ നമ്മൾ ആ എന്താണോ വേണ്ടത് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സമയം നമുക്ക് തിങ്ക് ചെയ്യാമല്ലോ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ജോലി കിട്ടി, ബാക്കിയുള്ളവർ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ഇതിനേലും വലിയ സാലറി കിട്ടിയാലും, പക്ഷേ എനിക്ക് ആ ടെംപ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് എനിക്ക് മനസ്സിലായി ഇതിൻ്റെ അകത്ത് ഈ പ്രോഡക്റ്റ്, ഇതുപോലൊരു പ്രോഡക്റ്റ് ലോകത്തില്ല. ഇത് ഉണ്ടാക്കിയെടുത്താൽ ഇത് ആദ്യം 5 കസ്റ്റമേഴ്സിന് വിറ്റ് കഴിഞ്ഞാൽ ഇത് 1000കണക്കിന് കസ്റ്റമേഴ്സിന് വിൽക്കാം. ബിക്കോസ് എല്ലാവരുടെയും റിക്വയർമെൻറ്റ് സെയിം ആണ്. അപ്പോൾ അത് കാരണം നമ്മുടെ എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്തു, ഇത്രയും മതി, അതിന് ഈ ട്രേഡിങ്ങിൽ കാശ് കിട്ടും. അപ്പോൾ അത് ആ ക്യാഷ് ഫ്ലോ മീറ്റ് ചെയ്തു. അപ്പോൾ ഒരിക്കൽ ട്രേഡിംഗ് ഒന്ന് സ്ട്രീം ലൈൻ ചെയ്തപ്പോൾ ഞാൻ എംപ്ലോയീസിനെ ഹയർ ചെയ്തു ട്രേഡിംഗ് വർക്ക് ചെയ്യാൻ. അതായത് എനിക്ക് ഒരു ക്യൂരിയോസിറ്റി ഉള്ളത്, കോളേജിൽ നിന്ന് ഇറങ്ങി കോളേജ് വരെ വീട്ടിൽ നിന്ന് പേരൻസിൻ്റെ അടുത്ത് പൈസ മേടിച്ചായിരിക്കുമല്ലോ ജീവിക്കുന്നത്. പിന്നെ എത്ര കൊല്ലം എടുത്തു ഒരു പേരൻസിൻ്റെ അടുത്ത് നിന്ന് പൈസ ഒന്നും മേടിക്കേണ്ടി വരാതിരുന്നു? പാരൻസ് ഒരു പൈസ എനിക്ക് തരൂലായിരുന്നു. അതായത് അവർക്ക് എന്നെ ഗൾഫിൽ വിടണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഈ നാട്ടിൽ നിൽക്കേ ചെയ്യരുത്. അപ്പം ഞാൻ ബാംഗ്ലൂർ ഒരു ഫ്രണ്ടിൽ നിന്ന് അഡ്വാൻസ് മേടിച്ചിട്ടാണ് വീട് വാടകയ്ക്ക് എടുത്തത്. അപ്പോൾ വീട്ടിൽ നിന്ന് പൈസ ഒന്നും കിട്ടില്ല, 5 പൈസ തരില്ല. ബിക്കോസ് അവർക്ക് നാട്ടിൽ വന്ന് നിൽക്കണം, ഗൾഫിൽ പോകണം, അത് മാത്രമേ ഉള്ളൂ. അവർക്ക് നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാവില്ല. പിന്നെ അന്ന് ഈ എത്രയും കണക്ഷൻ ഇല്ല, ലെറ്റർ എഴുതണമെന്നൊക്കെ ആയതുകൊണ്ട് അവർക്ക് നമ്മളെ പിടിക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങോട്ട് കാശ് ഒരിക്കാത്തോളം കാലം അവർക്ക് ടെൻഷൻ ഇല്ല. ഒന്നുമില്ല. അപ്പോൾ സ്കൂട്ടർ കൊണ്ടുപോയി നമ്മുടെ സ്വന്തമായിട്ട് കാശ് നമ്മൾ തന്നെ ഉണ്ടാക്കി ഇതിനകത്ത് പെട്രോൾ നിറയ്ക്കുന്നു. അവരോട് കാശ് ചോദിച്ചില്ലെങ്കിൽ അവർക്ക് ഒരു വിഷമമില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ, ബിക്കോസ് അവരുടെ തിങ്കിങ് പ്രോസസ്, ഫാദർ നേവൽ ബേസിൻ്റെ നേവിയിലായിരുന്നു, മദർ ഹൈക്കോർട്ടിലാണ്. ഇവർക്ക് ബിസിനസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കാണാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. പക്ഷെ എനിക്ക് ബിസിനസ് തന്നെ ചെയ്യണമായിരുന്നു. അപ്പോൾ ചെക്കൻ നശിച്ചുപോയി എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞ. അവരുടെ ഒരു വ്യൂ പോയിന്റിൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ കള്ളുകൂടിയനാവും. ബിക്കോസ് നിങ്ങൾ അങ്ങനെ ആയി പോകും എന്നുള്ള ഒരു ചിന്തയാണ്. അപ്പോൾ ഇവർക്ക് ഒരിക്കലും നമ്മൾ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. നശിച്ചു പോകുന്ന പേടിയുണ്ടോ? അതല്ല. അപ്പോൾ ആസ് ലോങ് ആസ് നമ്മൾ കാശ് ഉപയോഗിക്കുന്നില്ല, പിന്നെ അവരുടെ ലൈഫിലേക്ക് അല്ലേ. നമ്മൾ എൻജിനീയറിങ് 4-4.5 കൊല്ലം മാറിക്കഴിഞ്ഞപ്പോൾ അന്നൊക്കെ എഴുത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ മാക്സിമം ഫോൺ വിളിച്ച് ഒരു പർട്ടിക്കുലർ നമ്പറിൽ വിളിക്കാം. അത്രയല്ലേ കോണ്ടാക്ട് ഉള്ളൂ. അപ്പോൾ അവർ നമ്മുടെ തലയിൽ ഇരിക്കുന്നില്ല. അപ്പം നമുക്ക് ആ ഫ്രീഡം ഉണ്ട്, നമ്മൾ അങ്ങോട്ട് കാശും ചോദിക്കുന്നില്ല. അപ്പോൾ ഈ ട്രേഡിങ് കണ്ടപ്പോൾ എനിക്ക് ഇൻകമായി. ബാംഗ്ലൂർ പോലത്തെ സ്ഥലത്ത് കാശ് ചെലവാക്കാൻ ഭയങ്കര ഈസിയാണ്. അതുപോലെ ഫ്രണ്ട് സർക്കിളും ഉണ്ടാവും. അപ്പോൾ അത്രയും ഉണ്ടായാലും നമ്മൾ ജീവിക്കുന്നു. ആൻഡ് പാരൻസ് ഒന്നും അങ്ങോട്ട് വരുന്നില്ല. ബിക്കോസ് ഉള്ള വീടൊരു സിംഗിൾ ബെഡ്റൂം ഹൗസാണ്. അവിടെ തന്നെ അവർക്ക് ഇവിടെ ഒന്നും താമസിക്കാനും സൗകര്യമില്ല. ദേ വർ നോട്ട് ബോതേർഡ്. ബിക്കോസ് എഞ്ചിനീയറിംഗ് ഇത്രയും നാൾ വിട്ടപ്പോൾ ദേ വർ നോട്ട് ബോതേർഡ്. നമുക്ക് വീട്ടിൽ വേറെ സിബ്ലിങ്സ് ഒക്കെ, എൻ്റെ സിസ്റ്റർ ഉണ്ട്. പക്ഷേ സിസ്റ്റർ അങ്ങനെ കല്യാണം കഴിച്ച് മസ്കറ്റിലൊക്കെ പോയി. അപ്പോൾ ഇവർക്ക് ജോലി, അവർ രണ്ടുപേരും ജോലി ചെയ്യില്ലേ. അവർ ജോലി പോകുന്നു, തിരിച്ചു വരുന്നു. ആസ് ലോങ് ആസ് നിങ്ങൾ ജീവിച്ചു പോകുന്നുണ്ട്, നിങ്ങളുടെ കാര്യം നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രശ്നമില്ലായിരുന്നു. അപ്പം അതൊരു ഭയങ്കര ഭാഗ്യമായിരുന്നു. അതുകൊണ്ട് അവർ ഇൻ്റർഫിയർ ചെയ്യാൻ ശ്രമിച്ചില്ല. ഇവിടെ വരുമ്പോൾ മാത്രം പറയും ഗൾഫിൽ പോകണ്ടേ എന്നായിരുന്നു ആഗ്രഹം. ഈ ചുറ്റുവട്ടത്തുള്ള സ്വന്തക്കാരുടെയൊക്കെ ഒരു പെരുമാറ്റം എങ്ങനെയായിരുന്നു?
ബാംഗ്ലൂർ ആയതുകൊണ്ട് ആർക്കും ആക്സസ് കിട്ടിയില്ല. അപ്പോൾ അതാണ് ഏറ്റവും ഒരു പ്ലസ് പോയിന്റ്. ആരുടെ അഭിപ്രായം എനിക്ക് കേൾക്കുകയും വേണ്ടായിരുന്നു, അഭിപ്രായം ഞാൻ ചോദിക്കുകയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജീവിച്ച് ഞാൻ എങ്ങനെയാണോ ജീവിച്ചത് ഞാൻ ജീവിച്ചു പോയി. ആരും അങ്ങനെ ചോദിക്കാനൊന്നും അല്ല, ആൾക്കാർ ചോദിക്കുക എന്താ ചെയ്യണമെന്ന് പറയും, ബിസിനസ് ചെയ്യുന്നു, എന്താ ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ ചെയ്യുന്നു, അതോടെ അവർ ഹാപ്പിയാണ്. ബിക്കോസ് സോഫ്റ്റ്വെയർ ആണ് ഏതാണ്ട് വലിയ കാര്യമെന്ന് വിചാരിച്ച് അവരങ്ങ് വിട്ടോളൂ. കുടുംബത്തിൽ നിന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, എന്നാൽ സാമ്പത്തികമായിട്ടുള്ള യാതൊരു സപ്പോർട്ടും കുടുംബത്തിൽ നിന്നില്ല. ആദ്യം ഓട്ടോ കാഡ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണ് അതല്ലല്ലോ ഇപ്പോഴത്തെ മെയിൻ പ്രോഡക്റ്റ്. ഇപ്പോഴത്തെ മെയിൻ പ്രോഡക്റ്റ് പ്രോജക്ട് മാനേജ്മെൻറ്റും മറ്റ് സംഗതികളും അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ഒരു പ്രോഡക്റ്റിലോട്ടുള്ള? അപ്പോൾ ഞാൻ ഈ സോഫ്റ്റ്വെയർ ഓരോ കസ്റ്റമേഴ്സിന് വിറ്റു. അതുകൊണ്ട് ഞാനൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലായി എനിക്ക് ഇതിൻ്റെ അകത്ത് ഗ്രോ ചെയ്യണമെങ്കിൽ ഒരു ടീമിനെ സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ അന്ന് ഞാൻ നോക്കുന്നത് എത്രയുണ്ട് ക്യാഷ് ഫ്ലോ, നമ്മൾ ഇത്ര എംപ്ലോയീസിനെ ട്രേഡിങ്ങിന് വേണ്ടി ഒരു സെറ്റ് ഓഫ് എംപ്ലോയീസ് സെയിൽസിന് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഡെവലപ്മെൻറ്റിന് അപ്പോഴാണ് ഞാൻ എൻ്റെ പാർട്ട്ണർ അജുവിനെ മീറ്റ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഒരു പാർട്ടിയിൽ ഒരു ബാറിൽ വെച്ച് അജുവിനെ കണ്ടു. അങ്ങനെ അജുവിനെ മീറ്റ് ചെയ്തു. നോക്കിയപ്പോൾ അജു ഈസ് വെരി ഗുഡ് അറ്റ് ഡെവലപ്മെൻറ്റ്. ഇവിടെ പെരുമ്പാവൂരുകാരനാണ്. അങ്ങനെ ഈ ഡെവലപ്മെൻറ്റ് അജുവിനെ ഞാൻ ഏൽപ്പിച്ചു. ഇപ്പോൾ എൻ്റെ പണി എന്താണ് കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കുക, അജു അത് ഡെവലപ്പ് ചെയ്യും. പതുക്കെ അജുവിന് ഒരു ടീം സെറ്റപ്പ് ചെയ്തു. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ ഗോള് ഈ കസ്റ്റമർ പറയുന്ന സാധനം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേ കാണിക്കാനേ അവർ പിന്നെയും ഫീഡ്ബാക്ക് തരുള്ളൂ. അപ്പോൾ ഇതൊരു പ്രോസസ്സായി. അപ്പോൾ അങ്ങനെ ഈ ചെറിയ ആപ്ലിക്കേഷൻസ് ഇങ്ങനെ ഉണ്ടാക്കി ടു അണ്ടർസ്റ്റാൻഡ് ദ കസ്റ്റമർ. അങ്ങനെ പോയപ്പോൾ കസ്റ്റമർ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരിക്കലും നമ്മളൊരു കസ്റ്റമറിന് ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുത്താൽ പുള്ളിയുടെ വലിയ പ്രോബ്ലം പുള്ളി പറയും. ബിക്കോസ് പുള്ളിക്ക് മനസ്സിലായി ഇത് ചെയ്തു. അപ്പോൾ പുള്ളി പറഞ്ഞു ആ സമയത്താണ് നോവൽ നെറ്റ്വർക്ക് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതുവരെ എല്ലാ കമ്പ്യൂട്ടേഴ്സും ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നെറ്റ്വർക്ക് ചെയ്തു. അപ്പോൾ നെറ്റ്വർക്ക് ചെയ്തപ്പോൾ ഞാൻ ഈ വർഷമാണ് ഇത് 1996-97. അപ്പോൾ ആ സമയത്ത് ഈ കമ്പനീസ് ഒക്കെ ജർമ്മൻ കമ്പനീസ്, അമേരിക്കൻ കമ്പനീസ് എല്ലാം മൾട്ടിനാഷണൽസ് ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ക്വാളിറ്റി പ്രൊസീജിയറും അവർ വർക്ക് ചെയ്യുന്ന രീതിയൊക്കെ ഇല്ലേ, അവരുടെ എക്സ്പെക്റ്റേഷൻ ആ ക്വാളിറ്റി ലെവൽ നമ്മുടെ ലെവൽ ഓഫ് ക്വാളിറ്റി അതുപോലെ കൂട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്ര പ്രിസൈസ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആസ് എ സ്റ്റുഡൻറ്റ് നമ്മൾ ആ ലെവൽ ഒരു സ്ട്രെച്ച് ഇല്ല. നമ്മൾ ഇവരായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്വാളിറ്റി കൂടുന്നത് അങ്ങനെയാണ്. ക്വാളിറ്റിയാണ് എല്ലാം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവർ നമ്മളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രോബ്ലം ഡിസൈൻ ചെയ്യുന്ന സാധനം ഞാൻ നെറ്റ്വർക്ക് വഴി മാനുഫാക്ചറിങ്ങിന് കൊടുത്താൽ ഈ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ പല ഇഷ്യൂസും വരും. അപ്പോൾ തിരിച്ച് ഡിസൈനിൽ വരും. ഇത് ഭയങ്കര സൈക്ലിക്കാണ്. ഇതിനെ എഫിഷ്യൻ്റ് ആക്കണം. റീവർക്ക് വരും. റീവർക്ക് മാത്രമല്ല, ഇത് സമയത്തിന് പ്രോഡക്റ്റ് പോകണം. അപ്പോൾ ടൈം ബൗണ്ട് ആയിട്ട് അത് മോണിറ്ററിങ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു കസ്റ്റമർ ഇങ്ങനെ ഈ റിക്വയർമെൻറ്റ് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ നെറ്റ്വർക്കിലോട്ട് കയറി പഠിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഈ സാധനം സൂപ്പർ ക്രിട്ടിക്കലാണ്. ആരും ഇതുപോലൊരു സാധനം ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവരുടെ കയ്യിൽ ഇവരുടെ റിക്വയർമെൻ്റ് എടുത്ത് ആ ഒരു സാധനം ഒരു പ്രസൻറ്റേഷൻ ആക്കി. ഈ പ്രസൻറ്റേഷൻ കൊണ്ട് വേറൊരു കസ്റ്റമർ നിങ്ങൾക്ക് ഇതുപോലൊരു സാധനം കിട്ടിയാൽ എങ്ങനെ ഇരിക്കും, അവർ തകർന്നു പോയി. ദിസ് വിൽ ബി ഇത് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ഞങ്ങളുടെ പ്രോസസ്സ് സ്റ്റക്കാവുന്ന ഇവിടാണ്. കണ്ടമാനം ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാക്കിയിട്ട് ഡിസൈൻ ഒരു റോങ് ആയിട്ട് ഇഷ്യൂ ചെയ്താലേ ആ മെറ്റീരിയൽ ഓർഡർ ചെയ്താൽ ആ കംപ്ലീറ്റ് മെറ്റീരിയൽ വേസ്റ്റ് ആവും. ആൻഡ് സമയത്തിന് കിട്ടിയില്ലെങ്കിൽ ഡെലിവറി അഫക്റ്റഡ് ആവും. അപ്പോൾ ഷെഡ്യൂളും ഡിസൈനും ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ് ആയിരിക്കണം. അപ്പോൾ അജു അത്ര ടെക്നിക്കലി കോമ്പറ്റൻ്റ് ആയിരുന്നു. എന്ത് സാധനവും പുള്ളി ഡെവലപ്പ് ചെയ്യും. റിക്വയർമെൻറ്റ് മനസ്സിലാക്കിയാൽ. അപ്പോൾ ഈ റിക്വയർമെൻറ്റ് മനസ്സിലാക്കി നമ്മൾ ഇതൊരു പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞ് വേറൊരു കസ്റ്റമറിന് കൊണ്ടേ കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ യു നീഡ് മണി. ഈ മണി ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത് ട്രേഡിങ്ങാണ്. അപ്പോൾ ട്രേഡിങ്ങിൽ ഞാൻ ഒരു കാര്യം ചെയ്തത്, ഞാൻ ചെയ്ത ബിസിനസ് ഓട്ടോക്യാഡ് ട്രേഡിങ്ങിൽ റിയലി വാട്ട് ഹാപ്പൻഡ് ഇസ് ഇവർ നമുക്ക് ഓർഡർ കാണിച്ചു കഴിഞ്ഞാൽ അവർ സാധനം തരും. അവർ കാശ് ചോദിക്കില്ല. ആദ്യത്തെ സ്റ്റേജിൽ മാത്രമേ അവർ കാശ് ചോദിക്കൂ. അപ്പോൾ ഈ സാധനം അവർ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം വിൽക്കും. നമ്മൾ കസ്റ്റമറിനെ പ്രഷറൈസ് ചെയ്ത് കാശ് മേടിക്കും. ഇവർക്ക് അറിയുന്നില്ല എനിക്ക് കാശ് കിട്ടിയോന്ന്. ആ കാശ് ഞാൻ റൊട്ടേറ്റ് ചെയ്യും ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെ കുറേ നാളത്തേക്ക് ഇവർക്ക് ഒരു സിസ്റ്റം ഇല്ലായിരുന്നു എനിക്ക് കാശ് കിട്ടുമ്പോൾ തന്നെ കളക്ട് ചെയ്യാൻ. അപ്പോൾ അത് ഞാൻ
ശരിക്കും അഡ്വാൻറ്റേജ് എടുത്തു ടു യൂസ് ഇറ്റ് ടു ബിൽഡ് ഇറ്റ്. ബിക്കോസ് അതിൽ 5% അല്ലെങ്കിൽ 10% എനിക്ക് പ്രോഫിറ്റ് ഉള്ളൂ, പക്ഷെ ബാക്കിയെല്ലാം തിരിച്ചു കൊടുക്കണം. പക്ഷെ അതിൽ നിന്ന് ക്യാഷ് ഫ്ലോ ഉണ്ടായി. ബിക്കോസ് ബിസിനസ് ഇസ് ഓൾ അബൌട്ട് ക്യാഷ് ഫ്ലോ. ആ ക്യാഷ് ഫ്ലോയിൽ ഐ ഫണ്ടഡ് മൈ ഡെവലപ്മെന്റ്. പക്ഷെ ഈ പൈസ തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഈ പൈസ കൊടുക്കണല്ലോ അവസാനം. അല്ല, അപ്പൊ അവര് ചോദിക്കുമ്പോ നമ്മള് ചോദിക്കുമ്പോഴേ കൊടുക്കുള്ളൂ. ബിക്കോസ് ഇവർക്കും ബിസിനസ് മാക്സിമം വേണം. അപ്പൊ നമ്മൾ കുറച്ച് കസ്റ്റമേഴ്സിനെ പിടിച്ച് ബിസിനസ് ഉണ്ടായി കൊടുക്കും. അപ്പൊ ഒരു ഓട്ടോകാഡിന്റെ ഒരു കോപ്പി ഇപ്പൊ 1 ലക്ഷം രൂപയാണെങ്കിൽ 90,000 അവർക്ക് കൊടുക്കണ്ട, 10,000 നമുക്കുള്ളൂ. പക്ഷെ ഈ 90,000 കറങ്ങാനുണ്ട്. ഒരു 2-3 മാസമൊക്കെ കറക്കും. ലോൺ കിട്ടിയ പോലെ. ബിക്കോസ് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റത്തില് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ആരും ലോൺ തരൂല. ബാങ്ക് പറയും ആദ്യം തന്നെ നിങ്ങളുടെ വീട് കൊണ്ടുപോവാ, അതിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ബിസിനസിനെ ബേസ് ചെയ്തല്ല ലോൺ തരുന്നത്. അപ്പൊ ഇറ്റ് ഇസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ടു ഗെറ്റ് മണി ഫ്രം സംബഡി. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്ത ഇന്നോവേഷൻ ഒരു ഫിനാൻഷ്യൽ ഇന്നോവേഷൻ. അതിനൊരു റീസൺ ഉണ്ട്. ഓക്കെ, ഞാനിപ്പം പറഞ്ഞില്ലേ എൻ്റെ വീട്ടിന്റെ അഡ്വാൻസ് കിട്ടിയില്ല. അപ്പൊ ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു. അപ്പൊ പുള്ളി അത് അയച്ചു തന്നു. പുള്ളി എന്നിട്ട് എപ്പോഴത്തേക്ക് തിരിച്ചു വരുമെന്ന് ചോദിച്ചു. 3 മാസം കഴിയുമ്പോൾ തിരിച്ചു തരാം. പുള്ളി എന്ത് ചെയ്തു, ഈ കാശ് പുള്ളിയുടെ അമ്മയോട് പറഞ്ഞു, പുള്ളി ഞാൻ ഇങ്ങനെ കാശ് കൊടുത്തിട്ടുണ്ട്, ഒരു 3 മാസം കഴിയുമ്പോൾ തിരിച്ചു വരുമെന്ന്. ഈ അമ്മ ഈ 3 മാസവും 2 മാസം ഒന്നുമില്ല, എല്ലാ ആഴ്ചയും വിളിക്കും, എന്നാണ് മോനെ കാശ് കരുതുന്നത്. അവസാനം എനിക്ക് മനസ്സിലായി ഈ കാശ് മേടിച്ച ഇതാ ഗതി, ആൾക്കാർ വിടൂല. അന്ന് ഞാൻ തീരുമാനിച്ചു ആരുടെയൊന്നും പേഴ്സണലായിട്ട് കാശ് മേടിക്കരുത്. ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ അതിനൊരു ടേം ഉണ്ട്, അത് തിരിച്ചു കൊടുത്താൽ മതി. ബാങ്ക് ഒട്ട് ലോൺ തരൂല്ല. അപ്പോൾ എനിക്ക് ലോൺ വേണമെങ്കിൽ അപ്പനോട് പോയി വീടിന്റെ സ്വത്ത് ചോദിക്കണം. അപ്പനോട്ട് വീട് തരൂല്ല, ഞാൻ ഉണ്ടാക്കിയ വീട് ഞാൻ തരൂല്ല. അപ്പൊ ഇതേ ഉള്ളു വഴി. അപ്പൊ അങ്ങനെയാണ് ആ ക്യാഷ് ഫ്ലോ റൺ ചെയ്തത്. പിന്നെ കസ്റ്റമർ നമ്മൾ ആ എന്റർപ്രൈസ് സൊല്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായത്, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ ഒരു കസ്റ്റമറിന് അതിന് കമ്മിറ്റ്മെന്റ് വേണമെങ്കിൽ ഒരു 50% കാശ് കസ്റ്റമറിൻ്റെ നിന്ന് മേടിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും, ഇവർ ഇതല്ല ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കാശില്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് ഇല്ല. അപ്പോൾ ആദ്യമേ തന്നെ ഈ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ് എടുത്ത് ഇത് ഉള്ളതുപോലെ കാണിച്ച് ഒരു കസ്റ്റമറിനോട് വിറ്റു. അപ്പോൾ അവർ പറഞ്ഞു പ്രോഡക്റ്റ് ഞങ്ങൾക്ക് തരാണെങ്കിൽ ഞങ്ങൾ കാശ് തരില്ല. ഞാൻ പറഞ്ഞു ഇത് ഓൾറെഡി റെഡിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ 50% താ. അപ്പോൾ അവർ പറഞ്ഞ് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഇന്ന സാധനം മേടിക്കണം, ഈ കസ്റ്റമറിന് അതൊന്നും അറിഞ്ഞൂടല്ലോ. അങ്ങനെ 50% കാശ് കസ്റ്റമറിൽ നിന്ന് കിട്ടി. ഒരിക്കൽ കസ്റ്റമറിൽ നിന്ന് കാശ് കിട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമർ നമ്മുടെ പുറകെ നടന്ന് നമ്മളെ കൊണ്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രോഡക്റ്റ് ഉണ്ടായി. അപ്പോൾ അത് ആദ്യത്തെ ഒരു കസ്റ്റമർ അവര് 50% അഡ്വാൻസ് തന്നതുകൊണ്ട് അല്ലല്ല, ആ ഒരു കസ്റ്റമർ ആ ആദ്യത്തെ കസ്റ്റമറിനെ കൺവിൻസ് ചെയ്യുന്നത് പവർ പോയിന്റിലാണ്. പ്രോഡക്റ്റ് ഇല്ല, ഒരു 90% പ്രോഡക്റ്റ് ഇല്ല, 10% പ്രോഡക്റ്റ് ഉള്ളൂ. പക്ഷെ അതിനെ പ്രസന്റ് ചെയ്തപ്പോൾ ഉള്ളതുപോലെ പ്രസന്റ് ചെയ്തു. കസ്റ്റമർ എന്ന് വെച്ചാൽ ഈ എല്ലാ മൾട്ടിനാഷണൽസ് ആയതുകൊണ്ടേ നമ്മളായിട്ട് ഡീൽ ചെയ്യുന്ന പ്രൊക്യൂർമെന്റാ. അവര് റൂത്ത്ലെസ്സാ. അവർ പറയും സാധനം എന്ത് സാധനം തരാണ്ട് ഞാൻ എങ്ങനെ 50% നിങ്ങൾ ഓടിക്കളഞ്ഞാലോ എന്ന് പറഞ്ഞ് ഇവര് തരൂല. പക്ഷെ ഇവരോട് പറഞ്ഞു ഞാൻ ഇന്ന സാധനം മേടിക്കാണ്ട് ഇത് തുടങ്ങാൻ പറ്റൂല, പ്രൊക്യൂർമെന്റ് കാരണം ഇത്രയും ടെക്നിക്കൽ ഇൻഫർമേഷൻ ഇല്ല. അങ്ങനെ അവരോട് ലെയ്ത്തൊക്കെ മേടിക്കണം. അല്ല, അപ്പൊ അവർക്ക് ഇത് അറിഞ്ഞുകൂടാ. സെക്കൻഡ് തിങ് ഇസ് ഈ യൂസറിന് ഭയങ്കര ക്രിട്ടിക്കൽ ആയത്. പുള്ളി ജീവിതത്തിൽ കാണാത്ത സാധന. അപ്പൊ പുള്ളി പറയും 50% കൊടുത്തോ, പ്രഷർ വരും. അത് മാത്രമല്ല, ഇത്രയും നാള് നമ്മൾ വർക്ക് ചെയ്ത ട്രസ്റ്റ് ഇല്ലേ, ലോകത്ത് ഏറ്റവും വലിയ ഫാക്ടർ ആൾക്കാർ ബിസിനസ് ചെയ്യുന്ന ട്രസ്റ്റ്. അപ്പൊ അത് ഇത്രയും കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഞാൻ 91, 92 തൊട്ട് ഒരു 96 വരെ ഈ കോൺസ്റ്റന്റ് റിലേഷൻഷിപ്പ് അല്ലേ. ഒരു 5 വർഷത്തെ ബന്ധം ഉള്ളതുകൊണ്ട് അവർക്കൊരു അസസ്മെന്റ് ഈ ടെക്നിക്കൽ ആൾക്കാരായിട്ട് ഡീൽ ചെയ്യുന്നുള്ളൂ. അവര് പറഞ്ഞ് ഇത്രയും നാള് ചെയ്ത കാര്യം ഇപ്പൊ എവറി സ്റ്റെപ്പ്, ഓരോ വാക്ക്, ഓരോ കമ്മിറ്റ്മെന്റ് നമ്മൾ കൊടുക്കുന്നതാണ് ഇവർ മെഷർ ചെയ്യുന്നത്. അതിൽ ഒരെണ്ണം പോലും ഡീവിയേറ്റ് ചെയ്തു പോയാൽ ട്രസ്റ്റ് ലോസ്റ്റ് ആയി. അത് ചെയ്യാത്തത് കൊണ്ട് ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്തു. അല്ലാതെ എനിക്ക് തോന്നുന്നു കച്ചവടം ചെയ്യുന്ന ആളുകൾ പഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇതാണ്. ജീവിതത്തിൽ കസ്റ്റമർ പറയുക ഈ പുള്ളിക്ക് എടുത്തു കഴിഞ്ഞാൽ മരത്തെ കൊത്തിയതുപോലെ കല്ലേ കൊത്തിയതുപോലെയാണ് ഷുവർ. അപ്പൊ അതുപോലെ എവ്രി വേർഡ് അത് ആ ഒരു
ഒരു ഇൻകൾക്കേറ്റ് ചെയ്യണം ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ എംപ്ലോയീസ് ആയിട്ടും. അപ്പോൾ അതുപോലെ ട്രസ്റ്റ് ബിൽഡ് ചെയ്തതോടെ ഇവർ പറഞ്ഞു ഓക്കെ ഈ അഡ്വാൻസ് കൊടുത്തു എന്ന് പറഞ്ഞു. അഡ്വാൻസ് അല്ല, ഞങ്ങൾ അഡ്വാൻസ് എന്നല്ല പറയണ്ട, പേയ്മെന്റ് ഫോർ ഇനീഷ്യേഷൻ എന്ന് പറയും. ഇനീഷ്യേഷൻ ഈ സാധനം മേടിക്കണം. അപ്പോൾ അവർ വിചാരിക്കണം ഏതോ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്, നമ്മൾ കാശ് കൊടുത്തില്ലേ അവർക്ക് തുടങ്ങാൻ പറ്റൂല. അങ്ങനെ കാശ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ രാജാവായി. പിന്നെ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തു. ഈ പർച്ചേസ് ഓർഡർ കൊണ്ട് ബാക്കിയുള്ളവരെ കാണിച്ചിട്ട് പറഞ്ഞു 50% അവർ കാശ് തന്നാ, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അവിടെ എല്ലാവരും 50% ആയി. അപ്പോൾ ഇത് ആദ്യത്തെ അന്ന് എത്ര ജോലിക്കാരുണ്ട് ഡെവലപ്മെന്റില്? ഒരു 6 പേര് 8 പേര് മാക്സിമം. ഒരു അന്നൊക്കെ ഒരു 10,000-20,000-30,000 രൂപ ശമ്പളമൊന്നുമില്ല. അതൊക്കെ അന്നൊക്കെ ഒരു 10,000 രൂപ. അപ്പൊ എനിക്ക് വേണ്ടത് ഒരു ദിവസം പോലും ഈ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന്റെ അടുത്ത് മാത്രമല്ല, എംപ്ലോയീസിന്റെ കൂടെയാ. ഇവര് നമ്മളെ നോക്കിയാണ് ജോലി ചെയ്യുന്നത്. സാലറി ഡേ എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാലും ആ സാലറി പോയിരിക്കണം. അപ്പൊ ഈ കമ്മിറ്റ്മെന്റ് ആണ് ആ ബോണ്ടിങ് വിത്ത് കസ്റ്റമർ ഓർ എംപ്ലോയീസ്. സാലറി കൊടുക്കാൻ പറ്റാതെ വന്ന ദിവസങ്ങളുണ്ടോ? ഒരിക്കലും എൻ്റെ ഹിസ്റ്ററിയിൽ ഞാൻ ഇത്രയും കൊല്ലം ബിസിനസ് ചെയ്യുന്ന ഒരൊറ്റ എംപ്ലോയിനും സാലറി ഡേന്ന് ഒരു ദിവസം മാറി കൊടുത്തിട്ടില്ല. ബിക്കോസ് എൻ്റെ ഒരു ബിലീഫ് എന്ന് പറഞ്ഞാൽ അതാണ് ട്രസ്റ്റ്. നമ്മളത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എംപ്ലോയി നമ്മളെ ബിലീവ് ചെയ്യേണ്ട എന്താവശ്യമുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പല സാധനങ്ങൾ അതൊക്കെ ഇപ്പം ഞാനൊരു 97, 98 അപ്പോൾ ഐ ഗോട്ട് മാരിഡ് ഇൻ 96. അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ കസ്റ്റമേഴ്സ് പേയ്മെന്റ് തരൂല. അപ്പം നമ്മൾ അതിനനുസരിച്ച് പണി ചെയ്തുകൊണ്ടിരിക്കും, സാലറിക്ക് കാശുണ്ടാവില്ല. ഞാൻ പല പ്രാവശ്യം എൻ്റെ വൈഫിൻ്റെ സ്വർണം കൊണ്ട് വെച്ച് പണയം വെച്ച് കാശെടുത്ത് കൊടുത്തിട്ടുണ്ട്. മാർവാടിയിൽ നിന്ന് കാശ് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പരമാവധി എത്ര ശതമാനം പലിശ കൊടുത്തിട്ടുണ്ട്? കത്തി റേറ്റ് ഒരു 30%. അത് മാർവാടി സ്റ്റൈൽ അതാണല്ലോ. പക്ഷേ ഈ സ്വർണം വെച്ചതിന് കണക്കില്ല. ബിക്കോസ് കുറച്ച് കാശ് ഷോർട്ടേജ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ കൊണ്ട് വെക്കും, ഒരു 2 ആഴ്ച കഴിയുമ്പോൾ തിരിച്ചു കിട്ടും. ഈ പേയ്മെന്റ് വരാത്തതുകൊണ്ടാണ്. ബിക്കോസ് നമ്മുടെ ഇന്ത്യൻ കസ്റ്റമേഴ്സ് ഇന്ന ദിവസം തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ്, ബിക്കോസ് ഈ സാലറി കൊടുക്കുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മാസങ്ങളോളം നമ്മുടെ സ്വന്തമായിട്ട് സാലറി എടുക്കാണ്ട് ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യക്തിപരമായ ചെലവുകളും കാര്യങ്ങളും. അപ്പൊ അങ്ങനെ ഒരു കണ്ടമാനം പേഴ്സണൽ സാക്രിഫൈസസ് ചെയ്തിട്ടുണ്ട്. അല്ല, സാക്രിഫൈസ് എന്ന് വെച്ചാൽ ലൈഫ് കിങ് സൈസ് ആയിരുന്നു. പക്ഷെ നമ്മൾ എല്ലാത്തിനും ഒരു ജീവിത രീതി. ഇപ്പൊ എൻ്റെ പാരൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 വയസ്സ് കഴിഞ്ഞാൽ 10 പൈസ അങ്ങോട്ട് പോകാൻ, 10 പൈസ ഇങ്ങോട്ട്, 5 പൈസ. ആ 5 പൈസ എല്ലാ ദിവസവും കളക്ട് ചെയ്തിട്ടാണ് ഒരു നാരങ്ങ കുടിക്കണം. അങ്ങനെ പഠിപ്പിച്ച. അപ്പൊ നമുക്ക് അങ്ങനെ ജീവിക്കാൻ പഠിച്ച ഏറ്റവും. പിന്നെ എഞ്ചിനീയറിംഗ് കോളേജിലും നമ്മൾ ആ കാശ് കൊണ്ട് അത്രേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചാൽ നമുക്ക് ജീവിക്കാൻ അതുപോലെ അറിയാം. അപ്പൊ എല്ലാ ലൈഫ് സ്റ്റൈൽ ഇസ് ബേസ്ഡ് ഓൺ നമുക്ക് എത്ര കാശുണ്ട്. അപ്പൊ നമുക്ക് ഇത് ചെയ്യണം, ബാക്കിയുള്ളവർ ചെയ്യുന്നതുകൊണ്ട് അത് ചെയ്യണം എന്നുള്ള ഒരു അംബീഷനേ ഇല്ലായിരുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വേണമെങ്കിൽ മിക്കവാറും കാര്യങ്ങളൊക്കെ ചെയ്യാലോ. പക്ഷെ ഇപ്പോഴും ചുരുങ്ങി ജീവിക്കുകയാണോ അതോ? അല്ല, ഇപ്പോ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഒരു സ്റ്റേജ് എത്തി നമുക്ക് എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ നമുക്ക് അത് തോന്നലില്ല. എനിക്ക് കാശ് തന്നാലും എനിക്ക് ചെലവാക്കാൻ പറ്റില്ല. അത് ആൾക്കാർ പറയും ആ മിഡിൽ ക്ലാസ് തിങ്കിങ്ങിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. ഇപ്പൊ നമുക്ക് 2 വണ്ടിയുണ്ട്, ഇനി വലിയ വണ്ടി മേടിക്കാം, അതിലും വലിയ വണ്ടി മേടിക്കാം, അതിനൊരു എൻഡില്ല. അപ്പോൾ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോ നമുക്ക് ആ നീഡേ ഉള്ളൂ, വാണ്ട് ഇല്ല. അപ്പൊ നീഡ് കഴിഞ്ഞ് വാണ്ട് ഇല്ലാണ്ട് വരുമ്പോ ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ബാക്കി ഈ സോഷ്യൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത്? നമ്മുടെ ആവശ്യം തീർന്നാലല്ലേ വല്ലവർക്കും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ആവശ്യം തീർന്നതിന് നമ്മൾ ഒരിക്കലും ആർക്കൊന്നും ചെയ്യില്ല. അപ്പോൾ ഒരു പോയിന്റ് ഞാനൊരു 52, 53 ആ കോവിഡ് ടൈമിലാണ് മനസ്സിലാക്കിയത്, എനിക്കിപ്പോൾ വേണ്ട എല്ലാം ആയി. ഇനി ഞാൻ ചെയ്യേണ്ടത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് വാട്ട് ഐ ക്യാൻ ഡു ഫോർ ദ വേൾഡ്. അത് ചിന്തിക്കാൻ കാരണം എൻ്റെ ആവശ്യങ്ങൾ തീർന്നു. എനിക്കൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം, അതെനിക്ക് മതി. അത് കഴിഞ്ഞപ്പോഴാണ് ഇതിലോട്ട് ചെയ്യാൻ ആഗ്രഹം വന്നതും എൻ്റെ പുതിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്, ഈ ഫാമിങ്ങും അതും ഇതൊക്കെ ചെയ്യുന്നത് ഇസ് ഫോർ സൊസൈറ്റി. ഈ ക്യാഷ് ഫ്ലോ ടൈറ്റ് ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കമ്പനി പൂട്ടിപ്പോകുമെന്ന് തോന്നിയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ബിക്കോസ് എനിക്ക് മനസ്സിലായത്, ഞാൻ പറഞ്ഞില്ലേ തുടക്കം തൊട്ട് നമ്മൾ എത്ര ക്യാഷ് ഫ്ലോ ആണ്, ക്യാഷ് ഫ്ലോനെ ബേസ് ചെയ്തുകൊണ്ട് ആൾക്കാരെ ഹയർ ചെയ്യുന്നത്. ഓരോ കാര്യം നമുക്ക് ആ പ്രെഡിക്റ്റബിലിറ്റി വെച്ചാണ് മാനേജ് ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ ആ കൂടെ നോക്കിക്കൊണ്ടിരുന്ന എല്ലാ ദിവസവും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റാണ്. ആ ഡെയിലി നോക്കും, ഉം. ഇത്രയും ചിലവുണ്ട്, ഇത്രയും പേയ്മെൻറ്റ് കൊടുക്കണം, ഇത്രയും ഇൻകം വരുന്നു, ഇത്രയും ചിലവ്. അപ്പോൾ അത് മെറ്റിക്കുലസ് ആയിട്ട് ഞാനൊരു ഫിനാൻസ് ഹെഡിനെ ഹയർ ചെയ്യുന്നവരെ ഞാൻ പേഴ്സണലി നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ ബിസിനസ് ചെയ്യുന്ന എല്ലാം മൾട്ടിനാഷണൽസാണ്. ഇവരെല്ലാവരും ബാലൻസ് ഷീറ്റ് ചോദിക്കും. അപ്പോൾ അവർ പ്രോഫിറ്റബിൾ കമ്പനി ആണെങ്കിൽ മാത്രമേ ബിസിനസ് ചെയ്യുള്ളൂ. എസ്പെഷ്യലി ഒരു പ്രോഡക്റ്റ് കമ്പനി അവർക്ക് അറിഞ്ഞുകൂടാതൊന്നും. നമ്മൾ പ്രോഡക്റ്റ് കമ്പനി ആണെന്ന് പറഞ്ഞു തരാം. ബാങ്ക് ഒരു പ്രോഫിറ്റബിൾ കമ്പനി ആണെങ്കിൽ മാത്രമേ എന്തെങ്കിലും ലോൺ തരുള്ളൂ. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനായിരുന്നു ടാലിയിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് ഞാനാണ് ഓഡിറ്റേഴ്സിന് സബ്മിറ്റ് ചെയ്യുന്നത്. എനിക്ക് ഇൻകം ടാക്സ് ആദ്യത്തെ കൊല്ലം തന്നെ എനിക്ക് ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വന്നു. ഇൻകം ടാക്സ് ഓഫീസറിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് കൂടെ ഞാനായിരുന്നു. സോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് എല്ലാ ട്രാൻസാക്ഷനും എനിക്കറിയാം. എത്ര എമൗണ്ട് ആർക്ക് കൊടുത്തു, എവിടെ കൊടുത്തു, എല്ലാം എനിക്കറിയാം. അപ്പോൾ ഒരു എഞ്ചിനീയർ അക്കൗണ്ടിങ് ഒക്കെ പഠിച്ചു. പിന്നെ ഞാൻ ടാലിയിൽ ഞാനല്ല എൻ്റർ ചെയ്തുകൊണ്ടിരുന്നത്. ബിക്കോസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അക്കൗണ്ട്സ് അല്ലേ. നമ്മൾ ബിസിനസ് ചെയ്യുന്ന കാശിന് നോക്കാനല്ലേ. ക്യാഷ് ഫ്ലോയും പ്രോഫിറ്റബിലിറ്റിയും ഇത് രണ്ടും എൻഷുർ ചെയ്യുന്നു. അപ്പോൾ അത് ഒരിക്കലും നമ്മളൊരു എക്സോബിറ്റൻ്റ് എക്സ്പെൻഡിച്ചർ അറിയാണ്ട് ചെയ്യില്ല, അറിഞ്ഞുകൊണ്ടേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓരോ ലെവലിലും എത്ര മാസത്തെ എക്സ്പെൻസസ് ആണ് ഒരു റിസർവ് ആയിട്ട് ആദ്യത്തെ 1-2 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഉണ്ടായിരുന്നു? ആ മാസം ഹാൻഡ് ടു മൗത്ത് ആയിരുന്നു ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നവരെ. അത് ഏകദേശം എത്ര കൊല്ലത്തോളം? ഒരു 3-4 കൊല്ലം. 3-4 കൊല്ലം. പക്ഷേ ഇറ്റ് വാസ് ഹാൻഡ് ടു മൗത്ത് ലിറ്ററലി. സാലറി കൊടുത്തു, ഒരു 5 പൈസ ബാലൻസ് ഉണ്ടാവില്ല. ബാങ്കിന് കൊടുക്കാനുള്ള ബാങ്കിന് കൊടുത്തു, ഡീലറിന് ഡിസ്ട്രിബ്യൂട്ടറിന് കൊടുക്കാനുള്ള ഡിസ്ട്രിബ്യൂട്ടറിന്. അപ്പോൾ ഒരിക്കലും ഞാൻ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അടുത്ത് പറയേണ്ട വന്നിട്ടില്ല ദാറ്റ് ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തരൂല എന്ന്. ഞാൻ പേയ്മെന്റ് മേടിച്ച് മിണ്ടാണ്ടിരിക്കുകയുള്ളൂ. അവർ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും, അവർ ചോദിച്ചില്ലേ കൊടുക്കൂല, അത്രേ ഉള്ളൂ. ബിക്കോസ് അത് അവരുടെ സിസ്റ്റത്തിന്റെ ഇൻഎഫിഷ്യൻസി. അപ്പോൾ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ അവർ ഭയങ്കര എഫിഷ്യൻ്റ് ആയി. അന്ന് ഞാനത് നിർത്തി. ബിക്കോസ് അവർക്കറിയാം എന്ന് ഓർഡർ കൊടുത്തു, എന്ന് പേയ്മെന്റ് വന്നു എന്ന്. അവർ അത്രയധികം ആൾക്കാരെ ഹയർ ചെയ്തു. അന്ന് ആ പ്രോഡക്റ്റ് സെയിൽ നിർത്തി. അതൊരു ട്രേഡിംഗ് നിർത്തി. ഇത് മാത്രം പിന്നെ എനിക്ക് ആവശ്യമില്ലല്ലോ. ബിക്കോസ് ഈ മൾട്ടിനാഷണൽസിന് ഏറ്റവും ആവശ്യം ബിസിനസ്സാണ്. അപ്പോൾ അവർ ബിസിനസ് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ അപ്പം ഞാൻ എൻ്റെ പ്രോഡക്റ്റിൽ ഫോക്കസ് ചെയ്യുമോ ഇവരുടെ ട്രേഡിങ്ങിൽ ഫോക്കസ് ചെയ്യുമോ? ബിക്കോസ് ഇവരെല്ലാ മാസവും മീറ്റിംഗ് വെക്കും, എത്ര ഓർഡർ വരും, അത് വരും. അപ്പോൾ എനിക്കത് സമയം വേസ്റ്റായി. ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ക്യാഷ് ഫ്ലോന് വേണ്ടിയാണ്. അപ്പോൾ അവർ ഭയങ്കര എഫിഷ്യൻറ്റ് സിസ്റ്റം കൊണ്ടുവന്നു. നമുക്ക് കാശ് ആദ്യം കൊടുക്കാണ്ട് സാധനം തരില്ല. പ്ലസ് കാശ് തരാണ്ട് വന്നു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കിട്ടി അപ്പം തന്നെ അവർക്ക് കൊടുക്കണം. അത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ നിർത്തി. അപ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് കുറേ കസ്റ്റമേഴ്സായിട്ട് ഓൾറെഡി റിലേഷൻഷിപ്പായി. ഇവരെ വേണ്ട. അപ്പോൾ അത് കാരണം അത് ഭയങ്കര റിലീഫായി. പിന്നെ എൻ്റെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൽ നിന്ന് തന്നെ എനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ ക്യാഷ് ഫ്ലോന്. അപ്പോൾ ആ സ്റ്റേജ് ആയപ്പോഴത്തേക്കും സെൽഫ് സഫിഷ്യൻ്റ് ആയി. ഇത് വളരെ റെയർ ആയിട്ടായിരിക്കും സെൽഫ് ഫണ്ടഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കമ്പനികൾ ഉള്ളത്. മിക്കവാറും പ്രോഡക്റ്റ് കമ്പനികൾ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂജ് ബാങ്ക് ലോൺസ് ഒന്നും കിട്ടൂല, ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ആണല്ലോ തുടങ്ങുന്നത്. അതാണോ ഒരു നല്ല സ്ട്രാറ്റജി? ഞാൻ അതിന് വേണ്ടി അറ്റംപ്റ്റ് ചെയ്തു. ഞാനിവിടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അവർക്കൊരു VC ഫണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഞാൻ പിച്ച് ചെയ്തു. എനിക്ക് മനസ്സിലായത്, അവിടെ പോയി പിച്ച് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ ബിസിനസ് പ്ലാൻ, ഇത്രയും ഓർഡേഴ്സ് കിട്ടും, ഇത്രയും ബിസിനസ് ഗ്രോ ചെയ്യും. അപ്പോൾ അന്ന് അവർ വാല്യൂ ചെയ്ത് 1 കോടി രൂപയാണ്. ഓക്കെ, ഇത് ഏത് കൊല്ലാണ്? മേ ബി 98 or 2000. ജസ്റ്റ് ഈ പ്രോഡക്റ്റ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആരോ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നിങ്ങൾ പോയി VC ഫണ്ടിങ് എടുക്കുക. അപ്പം അന്ന് അവർ 10 കോടിയായിട്ട് ഇത് ചെയ്തിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ 1 കോടി രൂപ 10% ഇക്വിറ്റിക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ അസസ് ചെയ്യുമ്പോൾ ഇവർക്ക് നമ്മുടെ പ്രോഡക്റ്റ് എന്താന്ന് ഹൈ ലെവൽ അറിയാവുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട നമ്മുടെ കസ്റ്റമേഴ്സാണ്. നമ്മുടെ ഒരു കസ്റ്റമർ പറയുന്നു ഓക്കെ ഞാനിത് മേടിച്ചേക്കാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നേരെ തിരിഞ്ഞിട്ട് മേടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പണി തീർന്നോ? ഈ കമ്മിറ്റ്മെന്റ് ആണ് നമ്മൾ ഈ ഇൻവെസ്റ്ററിന് കൊടുക്കുന്നത്. ഇവർക്ക് ഒറ്റ ചിന്തയുള്ളൂ, നിങ്ങൾ ഇത്രയും പറഞ്ഞു ഇത് കിട്ടിയിട്ടില്ല, അതിൻ്റെ അർത്ഥം നിങ്ങൾ പറയണ പോലെ ഒന്നും നടക്കൂല, ഞങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ
ഷെയർ വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് വേണം, നമ്മളെ തീർത്ത് കളയും. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ കസ്റ്റമറിനെ അറിയാവുന്ന ഒരാടെ നിന്ന് മാത്രമേ ഞാൻ ലോൺ എടുക്കുകയുള്ളൂ, ഇക്വിറ്റി എടുക്കുകയുള്ളൂ, ഷെയർ എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇവർ നമ്മളെ ജീവിതം, ബിക്കോസ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക. പക്ഷെ ഇവർക്ക് അങ്ങനെ തോന്നുന്നില്ല. നിങ്ങൾ പറഞ്ഞല്ലേ ഇത്രയും സ്ഥലത്ത് ഓർഡർ കിട്ടും, ഇത്രയും കാശ് ഉണ്ടാവുന്നു, പക്ഷെ കാശ് ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മൾ ചെയ്യാനുള്ള മാക്സിമം ചെയ്യുന്നുണ്ട്. അവർ പറയും നിങ്ങൾ ചെയ്യുന്നത് പോരാ, പക്ഷെ അവർക്കത് പറഞ്ഞു തരാനുള്ള നോളജും ഇല്ല, അവർക്ക് എക്സ്പീരിയൻസും ഇല്ല. ബിക്കോസ് നമ്മൾ ചെയ്യുന്ന ഒരു അബ്സല്യൂട്ട്ലി ന്യൂ ഏരിയ അല്ല. അപ്പോൾ അവർ വിചാരിക്കുന്ന ആ രീതിയിൽ നമ്മൾ പിന്നെ മൂവ് ചെയ്യേണ്ടി വരും. അതോടെ നമ്മുടെ ബിസിനസ് വിട്ടുകളയും. ബിക്കോസ് പിന്നെ ഫോക്കസ് പ്രോമിസ് മീറ്റ് ചെയ്യാനാണ്. അപ്പം ഫണ്ടമെൻ്റലി ഞാൻ ഈ ബിസിനസ് റൺ ചെയ്തത് ബിക്കോസ് ഐ ലവ് ഡൂയിങ് വാട്ട് ഐ ഡു ആൻഡ് ഐ വാണ്ടഡ് ടു ഡു ഇറ്റ് അറ്റ് മൈ ടൈം, മൈ വേ. അതുകൊണ്ടാണ് ഞാൻ ബിസിനസ് ചെയ്തത്. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു ബിസിനസ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇത് ചെയ്യ് എന്ന് പറഞ്ഞാൽ, ആൻഡ് ഐ എം ഓൺ എ ഹോളിഡേ, ഐ വിൽ നോട്ട് ഡു. എനിക്ക് ആ ബിസിനസ് വേണ്ട, ഒരു ജോലിക്കാരന് ആയിപ്പോയി. അപ്പം അതുകൊണ്ട് അവരൊരു ടേം ഷീറ്റ് തന്നു, ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുക, എത്ര പെർസെൻറ്റേജ്, 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഞാൻ എടുത്തില്ല, ബിക്കോസ് എനിക്ക് സ്ട്രെസ് എടുക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ആ അമ്മച്ചിയുടെ കോള് തൊട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഇവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, തിന്നുകളില്ല. അപ്പം അന്ന് തൊട്ട് ഐ ഡിസൈഡഡ് ഒരിക്കലും ഒരു ഇൻവെസ്റ്ററിൽ നിന്ന് കാശെടുക്കരുത്. പിന്നെ ഒരു ബാങ്കറിൽ നിന്ന് എടുക്കാം, ബിക്കോസ് എല്ലാ മാസവും ഇത്ര രൂപ നമ്മൾ ഇൻട്രസ്റ്റിന് അടയ്ക്കുക, ഇത്ര രൂപ ക്യാപിറ്റൽ അടിച്ചാൽ അവർ നമ്മളെ ടെൻഷൻ എടുപ്പിക്കുന്നില്ല. ഈ ടെൻഷൻ എനിക്ക് ബിസിനസ് ഉണ്ടാക്കാൻ ചെയ്യാം, പക്ഷെ പേയ്മെൻറ്റ് കളക്ട് ചെയ്യാനോ ഒരു പുതിയ ബിസിനസ് കൊണ്ടുവരാനോ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്താലും കസ്റ്റമർ കാശ് തന്നില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു റിയാലിറ്റിയാണ്. ഈ കുറേ ഇന്ത്യൻ കമ്പനീസ് ഇപ്പം വലിയ ബില്യൺ, ഇപ്പോൾ ഈ ബൈജൂസും ഒക്കെ വലിയ വാല്യുവേഷനുള്ള കമ്പനികളൊക്കെ ഇപ്പോൾ 0 ആയിപ്പോയല്ലോ. അപ്പം അതിൽ നിന്ന് പൊതുവേ പബ്ലിക് കാണാത്ത എന്ത് സീക്രട്ടാണ് അതിൻ്റെ പുറകിലെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലല്ല, ഇതെല്ലാം വാല്യുവേഷൻ എന്ന് പറഞ്ഞ സാധനം ഞാൻ പ്രൊജക്റ്റ് ചെയ്യുക, ഇങ്ങനെ വരും ഇങ്ങനെ വരും. ഞാൻ സിലിക്കൺ വാലി പോയി, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാനൊരു ഇൻവെസ്റ്ററിനെ പോയി കണ്ടു. ആ ഇൻവെസ്റ്റർ പറഞ്ഞു യുവർ ബിസിനസ് ഇസ് ഫാന്റാസ്റ്റിക്, ദിസ് ഇസ് സംതിങ് വി ഷുഡ് ലുക്ക് ഫോർ എ ഫണ്ടിങ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ സംസാരിച്ചു. ഇവൻച്വലി ഞാനത് പ്രൊജക്റ്റ് ചെയ്യുക, ആ പ്രൊജക്ഷൻ്റെ ബേസിസിൽ എനിക്കൊരു വാല്യുവേഷൻ കിട്ടും. ഈ ഒരു സർട്ടൺ ടൈം വരെ എനിക്ക് ഇതും പറഞ്ഞുകൊണ്ട് നടക്കാം. അത് കഴിഞ്ഞ് അത് ഡെലിവറി ആയില്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന എന്തിനു വേണ്ടിയാ? ടു ബി ഹാപ്പി. എനിക്ക് ഐ കനോട്ട് ടേക്ക് സ്ട്രെസ് ബിക്കോസ് ഐ പ്രോമിസ്ഡ്. അല്ലെങ്കിൽ നമ്മൾ പിന്നെയും മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെ വന്നില്ല ഇങ്ങനെ വന്നില്ല തിരിഞ്ഞ് എനിക്ക് ആ സ്ട്രെസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇറ്റ്സ് ഓക്കെ ഫോർ ദം. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് യു ആർ സെല്ലിങ് സംതിങ് ടു എ കസ്റ്റമർ, യു ആർ സെല്ലിങ് ടു എൻ ഇൻവെസ്റ്റർ. മനസ്സിലായോ? അവരെ ഹൈപ്പ് ചെയ്ത് ഇപ്പോൾ ശരിയായാലും കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ഇത് ആഡ് ചെയ്തു അത് ആഡ്. ഞാൻ ആ സ്റ്റോറി ഉണ്ടാക്കി ദാറ്റ് ഇസ് നോട്ട് വാട്ട് ഐ ഡിഡ് സ്റ്റാർട്ടഡ് ബിസിനസ് ഫോർ. ഐ സ്റ്റാർട്ടഡ് ബിസിനസ് ടു സെർവ് സോൾവ് എ പ്രോബ്ലം ഫോർ എ കസ്റ്റമർ ആൻഡ് ഗെറ്റ് പെയ്ഡ് ഫോർ വാട്ട് ഇറ്റ് ഇസ് വർത്ത്. അപ്പോൾ ബേസിക്കലി ഒരു സക്സസ്ഫുൾ ഓൺടർപ്രണറിന് ഏറ്റവും വേണ്ടത് സത്യസന്ധതയും ഗ്രിറ്റ് വേണം. ഏറ്റവും ആവശ്യം സത്യസന്ധത ടു എവറിത്തിങ് യു സേ. അങ്ങനെ ഇഫ് യു സേ, ഇപ്പം ഞാനൊരു ബാങ്കിനോട് പറയുന്നു അല്ലെങ്കിൽ ഞാനൊരു ഇൻവെസ്റ്ററിനോട് പറയുന്നു, അത് പ്രൊജക്റ്റ് ചെയ്ത് നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ കാശ് മേടിച്ചാൽ നാളെ ദേ വിൽ കം ബാക്ക് ടു യു. പിന്നെ അതായിരിക്കും നിങ്ങളുടെ ജീവിതം. ആ സ്ട്രെസ് എന്തിനാ എടുക്കുന്നത്? അല്ലാണ്ട് നിങ്ങൾക്കൊരു പർട്ടിക്കുലർ സ്പേസിലേ പോവുള്ളൂ. ഇറ്റ് ലുക്സ് ലൈക്ക് യുവർ റിലേഷൻഷിപ്പ് വിത്ത് മണി ഈസ് ഡിഫറെൻറ്റ് ഫ്രം മോസ്റ്റ് പീപ്പിൾ ഇൻ ദ സെൻസ് ദാറ്റ് ഇപ്പോൾ ഈ പൈസ ഉണ്ടാക്കിയിട്ട് പല ആളുകളും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ, പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ പറഞ്ഞോട്ടെ എനിക്ക് പൈസ ഉണ്ടല്ലോ. അപ്പോൾ മനസ്സമാധാനം ഒരു കണക്ഷനല്ല. ഏറ്റവും ആവശ്യം പീസാണ്. നമ്മളൊരു പള്ളിയിൽ പോയി കുർബാന കഴിയുമ്പോൾ ഒറ്റ വാക്കേ പറയുന്നുള്ളൂ, ഗോ ഇൻ പീസ് എന്നേ പറയുന്നുള്ളൂ. പീസ് ഇല്ലെങ്കിൽ വാട്ട് ഇസ് ലൈഫ്? ഇപ്പൊ യു ഡു എനിത്തിങ്, നമ്മളിപ്പോൾ എന്ത് കമ്മിറ്റ് ചെയ്താലും നമുക്ക് പറ്റാത്ത കാര്യം കമ്മിറ്റ് ചെയ്താൽ യുവർ പീസ് ഇസ് ലോസ്റ്റ്. സോ ഫോർ മീ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്
ഇസ് പീസ് ആൻഡ് മൈ വേർഡ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് കാശെടുക്കാൻ. അത് കഴിഞ്ഞപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഫോർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ടെക്നോളജി ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞൊരിതുണ്ട്. അവിടെ അവരുടെ നിന്ന് നമ്മുടെ പ്രോഡക്റ്റിന് ഫണ്ട് ചെയ്യും. അവർ 5% ഇൻട്രസ്റ്റിൽ തരും. അപ്പോൾ അത് പിന്നെ വേറെ കഥയാണ്. അപ്പോൾ ബിക്കോസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡൽഹി ആണ് സെറ്റപ്പ്. നമ്മൾ ഫണ്ട് തരുന്നതിന് മുമ്പേ കമ്മീഷൻ ചോദിക്കും. 5% ഇൻട്രസ്റ്റ് ഉള്ളു, പക്ഷെ കമ്മീഷൻ എത്ര ശതമാനമൊക്കെ ചോദിക്കുന്നത്? അല്ല, ഇത് അങ്ങനെയല്ല. ഇപ്പൊ എന്താ ഞാൻ എൻ്റെ കസ്റ്റമർ ലിസ്റ്റ് നോക്കിയാൽ VSSC തൊട്ട് BHE തൊട്ട് എല്ലാ പബ്ലിക് സെക്ടറായിട്ടും ബിസിനസ് ചെയ്തിരുന്നു. ഒറ്റയെടുത്തും 1 രൂപ പോലും നമ്മൾ ആർക്കും കൊടുക്കുകയില്ല. അത് കാരണം നമ്മളെ നശിപ്പിച്ചിട്ടുണ്ട്. പേയ്മെന്റ് തന്നിട്ടില്ല, ലേറ്റ് ഡെലിവറി കോസസ് ഇൻവോക്ക് ചെയ്യും, കാശ് ഡിഡക്റ്റ് ചെയ്യും. എന്നാലും ദ കൾച്ചർ ഓഫ് ദ കമ്പനി ഹാസ് ബീൻ ദാറ്റ് വി വിൽ നോട്ട് പേ എനിബഡി എനി മണി എന്നുള്ളൊരു പോളിസി ആയിരുന്നു. അപ്പോൾ ഇതിന് 1 കോടി രൂപ അവർ സാങ്ഷൻ ചെയ്തു. അപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യണം, ഇവിടെ കൊണ്ടുവരണം, അത് ചെയ്യണം, എല്ലാം ഓക്കെ. പക്ഷേ ഈ പുള്ളി എന്നെ വിളിക്കുക, അതിൻ്റെ ഹെഡ്, ഈ 10% ചോദിക്കാൻ. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന പുള്ളിയായിട്ട് ഭയങ്കര ക്ലോസ് റിലേഷൻഷിപ്പ്. പുള്ളി എന്നോട് പറഞ്ഞ് ഈ പുള്ളി വിളിക്കും. ഞാൻ ഈ പുള്ളി വിളിക്കുമ്പോൾ ഞാൻ മൊബൈലിൽ എടുക്കും. പുള്ളിക്ക് പേടിയാ ഞാൻ റെക്കോർഡ് ചെയ്യുമെന്ന്. പുള്ളി ഇത് പറയൂല. പുള്ളീനെ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഞാൻ പുള്ളിയുടെ മൊബൈലിലോട്ട് വിളിക്കും. പുള്ളി സംസാരിക്കില്ല. അപ്പൊ പുള്ളിക്ക് ഇത് പറയണമെന്നുണ്ട്. പുള്ളി ലാൻഡ് ലൈനിൽ വിളിച്ച് ഞാൻ ഫോൺ എടുക്കുകയില്ല. അപ്പൊ ഇങ്ങനെ പുള്ളിനെ നരകിപ്പിച്ച് പുള്ളിക്ക് മനസ്സിലായി ഈ ചെങ്ങായിട്ട് ഇത് കിട്ടൂല. അത് കഴിഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, അപ്പം തന്നെ നമുക്ക് ഒരു 75 ലക്ഷം രൂപയോളം തന്നു. പുള്ളി അപ്പം തന്നെ ഒരു നോട്ടീസ് ഇട്ടു, ഇമ്മീഡിയറ്റ്ലി ഈ ചെങ്ങാതിയോട് തിരിച്ചടയ്ക്കാൻ പറയാം, ഞങ്ങൾക്ക് സംശയമുണ്ട് ഈ പുള്ളി തിരിച്ചടയ്ക്കുമെന്ന്. ഓ, എന്തോരം കഷ്ടപ്പെട്ട കാശ് തിരിച്ചടക്കേണ്ടി വന്നു. അടച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നുമില്ല. പക്ഷെ ഈ വിളിയോട് വിളി, ഹറാസ്മെന്റ്. അപ്പൊ എനിക്ക് മനസ്സിലായി കാശ് കൊടുക്കാഞ്ഞിട്ടാണ് ഇത്. പക്ഷെ ആ സമയം കൊണ്ട് 1 കൊല്ലം എനിക്ക് 1 കോടി രൂപ കിട്ടി, ആ 70 ലക്ഷം കിട്ടി. അതുകൊണ്ട് നമ്മൾ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തു. അപ്പൊ നമുക്ക് പുള്ളിയുടെ കാശിന്റെ ആവശ്യമില്ലായിരുന്നു, അതുകൊണ്ട് തിരിച്ചടച്ചു. പക്ഷെ ആ ടെക്നോളജി ഡെവലപ്മെന്റ് ബോർഡിൽ നിന്ന് കിട്ടുന്ന കാശിന്റെ ഒരു 90% ആൾക്കാരും വിട്ടുകളയും, അടയ്ക്കൂല കാശ്. ബിക്കോസ് ഇത് ഗവൺമെന്റ് ഫണ്ടഡ് ആണ്. സെക്കൻഡ് തിങ് ഇസ് ഇതിന് സെക്യൂരിറ്റി ഇല്ല. അപ്പോൾ ഇവർ ഈ 10% മേടിച്ചിട്ട് പറയാൻ അടയ്ക്കേണ്ടെന്ന് പറയും നമ്മളോട്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഈ 10% കൊടുത്താൽ എനിക്ക് ആക്ച്വലി 15%-നാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. ബിക്കോസ് 5% ഉള്ളൂ, പ്ലസ് 10 അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ടാണ് 1 വർഷത്തോട്ട്. അല്ലല്ല, 5 കൊല്ലം കൊണ്ടാണ് തിരിച്ചടയ്ക്കേണ്ടത്. പക്ഷേ ഈ പുള്ളിയായിട്ട് ഇങ്ങനെ കൊളുത്തിയതുകൊണ്ട്, ബിക്കോസ് എൻ്റെ പ്രിൻസിപ്പിളാണ് ഐ വിൽ നോട്ട് പേ. അപ്പോൾ അത് കാരണം ഈ ഇന്ത്യയിൽ പലരും പറയില്ലേ, ഇന്ത്യയിൽ എന്തുകൊണ്ട് വലിയ കമ്പനികൾ ഉണ്ടാവുന്നില്ല. ഇതൊക്കെ രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന് ഗവൺമെന്റ് ഫണ്ടിങ്, ചൈനയിലെ പോലെയുള്ള ഒക്കെ ആണെങ്കിൽ. ഫണ്ടിങ് ഗവൺമെന്റിന്റെ ഒക്കെ ഉണ്ട്. പുള്ളി പ്രോബ്ലം ഈ അവിടെ ഇരിക്കുന്ന പുള്ളിക്കൊന്നും ഒരു ക്ലൂ ഇല്ല. എല്ലാം ബ്യൂറോക്രാറ്റ്സ്. ആ ഒരു ഡൽഹി ബേസ്ഡ് ആൾക്കാർക്ക് അവർക്ക് ഇത് എന്താ ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിന് കാശ് തരണമെങ്കിൽ സെക്യൂരിറ്റി ഇതാ എന്നുള്ള പോളിസിയാണ്. അവരിരുന്ന് നിങ്ങളുടെ ബിസിനസ് എന്താണ് കുറേ വർത്താനം പറയും. അവസാനം ചോദിച്ചാൽ എന്തുണ്ട് സെക്യൂരിറ്റി തരാൻ, വീടുണ്ടോ മറ്റ്. അതില്ലാണ്ട് അപ്പോൾ അവർക്ക് ബിസിനസ് റിസ്കിനെ ബേസ്ഡ് അല്ല, അവർക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് കാശില്ലാത്തവന് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. പക്ഷെ പുറത്ത് US കുറച്ചും കൂടെ അല്ല, അവിടെ സിസ്റ്റം അങ്ങനെയല്ലേ. ഇപ്പൊ ഞാൻ അവിടെ പോയി കുറെ ട്രാൻസാക്ഷൻ അവർ കണ്ടിട്ട് അപ്പം തന്നെ പറയും, ഓക്കെ $500,000 നിങ്ങൾക്കൊരു ക്യാഷ് ക്രെഡിറ്റ് തരാം. അപ്പോൾ പീപ്പിൾ ടേക്ക് ആൻഡ് ഗിവ്. പിന്നെ അവിടുത്തെ ദ സിസ്റ്റം ഇസ് സച്ച് ദാറ്റ് there are some people they lose, some people will pay. അവർ നമ്മുടെ ക്രെഡിബിലിറ്റി നോക്കിയാ, ട്രാൻസാക്ഷൻ നോക്കിയാണ് നമുക്ക് തരുന്നത്. 90% ആൾക്കാർ തിരിച്ചടയ്ക്കും, 10% പോവുള്ളൂ. ഇവിടെ എല്ലാവരെയും കള്ളനാന്നും പറഞ്ഞാണ് ആറ്റിറ്റ്യൂഡ്. ബാങ്ക് സേസ് നിങ്ങൾ അതും ഇതൊക്കെ പറയും, അവസാനം നിങ്ങൾ വിട്ടുകളയും, അവസാനം ഞാൻ പെട്ടുപോകും, ഞാൻ ആ ലോൺ തന്നെ. ആരും റിസ്ക് എടുക്കൂല. പൊതുജനത്തെ ഈ ഓണസ്റ്റി എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കൾച്ചർ ആയത്
കൊണ്ടാണോ ഇന്ത്യയിൽ ഇത്രയും അത് അത് ഓണസ്റ്റി എന്ന് പറഞ്ഞൊരു സാധനം ഇസ് വെരി ലിറ്റിൽ പീപ്പിൾ. അത് അവർക്ക് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റൂല. സോ എവറിബഡി ഈസ് കൺസിഡേർഡ് ടു ബി എ പേഴ്സൺ. അതുകൊണ്ടാണ് നമുക്ക് ആ പ്രശ്നം വരുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ശരിക്കും സത്യസന്ധതയില്ലാത്ത ഒരു സംസ്കാരത്തിന്റെ വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അബ്സല്യൂട്ട്ലി. അതുകൊണ്ടാണ് നമ്മുടെ ബാങ്കിങ് സിസ്റ്റം അത്രയും ടൈറ്റ് ആയത്. ഇപ്പോൾ നമുക്ക് ഒരു ലോൺ വേണമെങ്കിൽ ഫസ്റ്റ് സെക്യൂരിറ്റി. അപ്പോൾ ഞാനൊരു സർട്ടൻ സ്റ്റേജ് ട്രേഡിങ്ങിൽ എത്തിയപ്പോൾ ഐ ഹാഡ് ടു ഗെറ്റ് മൈ ഫാദേഴ്സ് ഹൗസ് ആസ് മോർഗേജ്. ബിക്കോസ് ആ സമയം കൊണ്ട് എൻ്റെ ടേൺ ഓവർ കൂട്ടണമെങ്കിൽ എനിക്ക് 50 ലക്ഷം രൂപയുടെ ലോൺ ഇവർ തരൂല. സ്റ്റോക്കിനെ ബേസ്ഡ് ഒന്നും തരില്ല. അവർക്ക് സെക്യൂരിറ്റി വേണം. അപ്പോൾ ഞാൻ ടെമ്പററി ആയിട്ട് അതെടുത്തു. അപ്പോൾ അറ്റ് വൺ പോയിന്റ് ഞാൻ പിന്നെ ഒരു സ്ഥലം മേടിച്ചിട്ട് അതിലോട്ട് സെക്യൂരിറ്റി മാറ്റിയിട്ട് ഫാദറിന് തിരിച്ചു കൊടുത്തു. ബിക്കോസ് ഐ ഡെന്റ് വോണ്ട് എൻ്റെ ഫാദർ മരിക്കുമ്പോൾ പുള്ളിയുടെ വീട് ഒരു സെക്യൂരിറ്റി ആയിട്ട് വെച്ചേക്കാന്ന്. പുള്ളി ഉണ്ടാക്കിയ വീടാ. അപ്പോൾ എനിക്ക് പർട്ടിക്കുലർ ആയിരുന്നു. ബിക്കോസ് ഐ നോ ഇങ്ങനെ ചിലവരുടെ ഇങ്ങനെ വീടുകൾ പോയി അപ്പൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ വീടാണ്. എന്നിട്ട് പുള്ളി മരിച്ചത് ആ ഒരു ചിന്ത വെച്ചാ. അപ്പോൾ ഫസ്റ്റ് തിങ് ഐ ഡിഡ് വാസ് താങ്ക്സ് ടു മൈ വൈഫ്. പുള്ളിക്കാരത്തി ഇത് കേട്ടോടെ എങ്ങനെയെങ്കിലും ഈ സാധനം മോർഗേജിൽ നിന്ന് മാറ്റണം, നമ്മുടെ സെക്യൂരിറ്റിയിൽ നിന്ന് മാറ്റണം. അങ്ങനെ മാറ്റി ഫാദറിന് അത് കൊടുത്തോടെ പുള്ളിക്ക് സമാധാനമുണ്ട് സെയിങ് ദാറ്റ് ഒരിക്കലും അതേലൊരു ലോൺ ഇല്ല എന്ന്. ഞാൻ പറഞ്ഞ പോലെ അതേ വഴിയുള്ളൂ ഫോർ എ ഓൺട്രപ്രണർ. ദാറ്റ് ഇസ് ദ ഓൺലി ഓപ്ഷൻ. പക്ഷെ കയ്യിൽ കുറച്ച് പണമൊക്കെ ഉള്ള ആളുകൾക്ക് ചെയ്യാം. ഇത് ഞാൻ എപ്പോഴും പറയേ, ഈ കയ്യിൽ പണമില്ലാത്തവരാണ് ഏറ്റവും വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. സോ ദേ വർക്ക് സോ ഹാർഡ് ബിക്കോസ് അവർക്ക് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. കാശുള്ള ആൾക്കാർ എന്താ പറ്റുക വെച്ചാൽ അവർ ബിസിനസ് തുടങ്ങുമ്പോൾ ദേ വിൽ നോട്ട് വർക്ക് സോ ഹാർഡ് ബിക്കോസ് ദാറ്റ് മണി കെയിം ഫ്രം സംവെയർ. അപ്പോൾ ഹാർഡ് വർക്ക് ഇസ് ദ ഓൺലി സൊല്യൂഷൻ ഫോർ എനി ബിസിനസ്. മനസ്സിലായോ? അപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഇഫ് യു ഹാവ് മണി യു ക്യാൻ ഡു ബിസിനസ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് യുവർ ഫൈനാൻസ് ഓഫ് യുവർ ബിസിനസ് ആണ്. ഈവൻ ദോ യു മൈറ്റ് ബി എൻ എഞ്ചിനീയർ, യു ഹാവ് ടു നോ ഫിനാൻഷ്യൽ ലിറ്ററസി. ഭയങ്കര ആവശ്യം. യു ഷുഡ് നോ എവറി expense, everything. You can ask me anything that happens in the company even today. I am aware because that became a culture. രക്തം പോലെയാണ് അത്രയും ബിസിനസ്സിന്. ആബ്സല്യൂട്ട്ലി. പണം ഒരു ദിവസം നിന്ന് പോയ ബിസിനസ് പൊട്ടി. ക്യാഷ് ഫ്ലോ ആണ് എല്ലാം, പ്രോഫിറ്റ് അല്ല. നമ്മൾ പറ്റിപ്പോകുന്നത് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ബിസിനസ് ചെയ്യും. അതിൽ ക്യാഷ് ഫ്ലോ ഇല്ലെങ്കിൽ ബിസിനസ് നിന്ന് പോകും. ദാറ്റ് ഇസ് എ ബ്ലഡ് വെസൽ. അപ്പോൾ ക്യാഷ് ഫ്ലോ നോക്കണം, പ്രോഫിറ്റ് നോക്കണം. രണ്ടും കൂടെ നോക്കിയാൽ യു ക്യാൻ റൺ എ ബിസിനസ്. എസ്പെഷ്യലി ഈ പ്രോഡക്റ്റ് പോലത്തെ ബിസിനസ്സിലൊക്കെ കണ്ടമാനം ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യണം. ഫോർച്ചുനേറ്റ്ലി റൈറ്റ് ഫ്രം ദ ബിഗിനിങ് കസ്റ്റമേഴ്സ് വിൽ ഓൺലി ഡെലിവർ ടു കസ്റ്റമർ ആഫ്റ്റർ ദി പേ. അതൊരു റൂളായി. സോ അത് കാരണം വി നെവർ ഹാവ് ടു ചേസ് കസ്റ്റമേഴ്സ്. കസ്റ്റമർ വിൽ ചേസസ്. ഒരു ബിസിനസ്സിൻ്റെ ഇപ്പം ഏർലി സ്ട്രഗിൾ സ്റ്റേജസിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. എപ്പോഴാണ് ഇതൊരു ടേക്ക് ഓഫ് ചെയ്തത്? അല്ല, ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയിൽ നമ്മൾ ബിസിനസ് ചെയ്തു. 98, 99, 200, 2000 എവറിത്തിങ് വാസ് ഗോ വെൽ. ഈ Y2K കഴിഞ്ഞപ്പോഴത്തേക്കും IT ഇൻഡസ്ട്രി അങ്ങ് ബൂമായി. അപ്പോൾ അതുവരെ നമ്മളൊരു 30,000 40,000 സാലറി കൊടുത്തിരുന്ന ആൾക്കാർ 2004 ആയപ്പോൾ അവർക്ക് കിട്ടുന്ന 1.5 lakhs ആയി. ഒരു പകുതി ആൾക്കാർ ഒരൊറ്റ പോക്ക്. അപ്പോൾ അന്നാണ് എനിക്ക് മനസ്സിലായത്, ഞങ്ങൾ ഈ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഭയങ്കര കസ്റ്റമർ ഫോക്കസ്ഡ് ആയിരുന്നു. അപ്പോൾ സെയിം പ്രോഡക്റ്റ് ഓരോ കസ്റ്റമറിനും അവരുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അതിനിപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ മാനുഫാക്ചറിങ് കസ്റ്റമേഴ്സ് നമ്മുടെ കസ്റ്റമേഴ്സ് ആയിരുന്നു. യു നെയിം ഇറ്റ്, TVS, BHEL, BEL, ബജാജ്, എല്ലാവരും. അപ്പോൾ ഓരോ കസ്റ്റമറിനെ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ അത് കോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡെവലപ്പേഴ്സ് ആയിരുന്നു. ഈ ഡെവലപ്പേഴ്സ് പോകുന്ന അറിഞ്ഞോടെ എനിക്ക് മനസ്സിലായത് വി ആർ സോ വൾണറബിൾ. ഇത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? അന്നാണ് ഞാൻ തീരുമാനിച്ചത് സെയിങ് ദാറ്റ് വി ഹാവ് ടു ബി എ പക്ക പ്രോഡക്റ്റ് കമ്പനി വേർ യു ഷുഡ് ഓൺലി ഹാവ് വൺ കോഡ് ഫോർ ഓൾ കസ്റ്റമേഴ്സ്. അപ്പോൾ ആ സ്റ്റേജില്ലേ, അതാണ് തകർത്ത് കളഞ്ഞത്. ബിക്കോസ് ജസ്റ്റ് ഇമാജിൻ 50% ആൾക്കാർ ക്വിറ്റ് ചെയ്ത് പോവാ. നമുക്ക് പറയാൻ പോലും പറ്റുമല്ലോ, ബിക്കോസ് 3 ഇരട്ടി സാലറിയാണ്. IT ഇൻഡസ്ട്രി അങ്ങ് ബൂം ചെയ്തു. 2004 ആയപ്പോഴത്തേക്കും ഭയങ്കര ബൂമായി. ബാംഗ്ലൂരിൽ നമുക്ക് നിക്കക്കളിയില്ല.
പിന്നെ എന്ത് ചെയ്യും? നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്, അത് സപ്പോർട്ട് ചെയ്തു പോകും. പുതിയ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ്, ആൾക്കാരെ ഹയർ ചെയ്യാൻ പറ്റൂല, ഒടുക്കത്തെ സാലറി ആയി പോയി. അപ്പോൾ പ്രോബ്ലി ഇറ്റ് വാസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ദാറ്റ് ഈസ് ദ ടൈം നമ്മൾ കൊച്ചിയായിട്ടൊരു ഓപ്ഷൻ നോക്കിയത്. ബിക്കോസ് അന്ന് കൊച്ചിയിൽ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് കമ്പനീസ് ഇല്ല, പ്ലസ് കൊച്ചി താമസിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അത്ര എക്സ്പെക്റ്റേഷനോ സാലറി ഇല്ല. അപ്പോൾ ഞാൻ കൊച്ചിയിൽ വരാൻ കാര്യം ഐ കെയിം ഫോർ മൈ പാരൻസ്. എൻ്റെ ഫാദറിനൊരു ചെറിയ ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ അന്ന് വി ടൂക്ക് എ ഡിസിഷൻ സെയിങ് ദാറ്റ് അവരെ നോക്കണം. അങ്ങനെ ഞങ്ങൾ റീലൊക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ആ സമയത്ത് കൊച്ചിയിൽ ഇറ്റ് ഇസ് നോട്ട് നോൺ ഫോർ IT. ട്രിവാൻഡ്രത്ത് ഒരു ടെക്നോ പാർക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ വന്ന് നമുക്ക് അന്ന് കേരളത്തിൽ സമരം ഹർത്താലിൻ്റെ പ്രശ്നം കാരണം എനിക്ക് ഭയങ്കര സ്കെപ്റ്റിക്കലായിരുന്നു പണി ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ 2005 ഭാഗ്യത്തിന് അന്നൊരു പോൾ ആൻ്റണി ആയിരുന്നു കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോണിൻ്റെ ഡെവലപ്മെൻറ്റ് കമ്മീഷണർ. പുള്ളിയെ വന്ന് കണ്ട പുള്ളി പറഞ്ഞ് ഞാനൊരു സ്പേസ് സെപ്സിൻ്റെ അകത്ത് തരാം. ഇപ്പോൾ സെപ്സിൻ്റെ അകത്താണെങ്കിൽ ബിക്കോസ് ഇറ്റ്സ് ഫോർ എക്സ്പോർട്ട് ഒരു ഇൻ്റർഫറൻസും ഉണ്ടാവില്ല ഫ്രം പൊളിറ്റിക്കൽ ഇഷ്യൂസ്. അങ്ങനെ നമുക്കൊരു സ്പേസ് അലോക്കേറ്റ് ചെയ്തു. ആ സ്പേസ് അലോക്കേറ്റ് ചെയ്ത് എനിക്ക് ഭയങ്കര സ്കെപ്റ്റിക്കലായിരുന്നു നടക്കുമെന്ന്. നിങ്ങൾ 6 പേരെ ഫ്രഷ് ആയിട്ട് ഹയർ ചെയ്തു. അജു നാട്ടിലോട്ട് റീലൊക്കേറ്റ് ചെയ്തു. ഒരു കൊല്ലം ഇത് വർക്കൗട്ട് ആവുമോ അല്ലെങ്കിൽ കൂട്ടി നമുക്ക് ബാംഗ്ലൂർ പോകാന്നുള്ള ഐഡിയയിൽ ഇതിവിടെ സെറ്റപ്പ് ചെയ്തു. അപ്പോൾ ബാംഗ്ലൂരും നിങ്ങൾക്ക് ഡെവലപ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ പകുതി ആൾക്കാർ പോയി, പകുതി ആൾ. അപ്പോൾ ആ ഡെവലപ്മെന്റ് കംപ്ലീറ്റ്ലി കുറഞ്ഞു. പിന്നെ അതുപോലെ ബിസിനസ്സും അതുപോലെ മാറി. 2005 ഇവിടെ ഒരു ടീം സെറ്റപ്പ് ചെയ്ത് അജു ഇവിടെ നിന്ന് ഒരു ഫ്രഷ് പ്രോഡക്റ്റ് ഉണ്ടാക്കി. ബിക്കോസ് അതുവരെ നമ്മൾ കസ്റ്റമൈസ് പ്രോഡക്റ്റ് ആയിരുന്നു, ഓരോ കസ്റ്റമറിനും മാറ്റി മാറ്റി ഇരിക്കുന്നു. അതിന് വരെ ഒരു സിംഗിൾ പ്രോഡക്റ്റ് ഫോർ ഓൾ ഫ്രഷ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഇവിടെ തീരുമാനിച്ചു. ദാറ്റ് വാസ് എ സ്റ്റാർട്ടിങ് പോയിന്റ്, ദാറ്റ് വാസ് എ ചേഞ്ച്. പക്ഷേ അപ്പോഴല്ല റിയൽ ചേഞ്ച് വന്ന്. അത് കഴിഞ്ഞപ്പോൾ സെപ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഓഫീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൊമസ്റ്റിക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എക്സ്പോർട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർ അവിടുന്ന് പുറത്താക്കും. അത് പെട്ടെന്ന് അല്ല, അറിയാമായിരുന്നു. പക്ഷേ ആദ്യത്തെ കൊല്ലം അവർ നോക്കി എന്തായി എക്സ്പോർട്ട് ഒന്നും ഇല്ലേ, ഇല്ലെങ്കിൽ ദേ വിൽ ഗിവ് യു വാർണിംഗ് അത് 1 more year മാക്സിമം 2 more years യു ഹാവ് ടു ലീവ് ദ പ്ലേസ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തപ്പോഴാണ് അതുവരെ ഇന്ത്യയിലെ അക്രോസ്, ബിക്കോസ് ഞാൻ നോർത്ത് ഇന്ത്യ പഠിച്ചുകൊണ്ട് ഐ കുഡ് ട്രാവൽ എവറിവെയർ, എല്ലായിടത്തും നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടായി. ദെൻ വി ഹാഡ് ടു ഗോ അബ്രോഡ്. 2006-2005 വി സെറ്റപ്പ് അവർ ഓഫീസ് ഇൻ UAE. അവിടെ ഇത്രയും കസ്റ്റമേഴ്സ് ഇല്ലേ, ഭയങ്കര ഇതായിട്ട് ചോദിച്ചാൽ അവിടെ ചെന്നിട്ട് കസ്റ്റമറിനെ കിട്ടും. ഇവിടെ ഒരു കസ്റ്റമർ ഉണ്ടോ? ഒരു ബിസിനസ് തരില്ല. ദുബായ് ചെന്ന് UAE ചെന്നൊരു കസ്റ്റമറിനെ കാണുമ്പോൾ ഡു യു ഹാവ് എ കസ്റ്റമർ ഇൻ UAE? നോ, ഐ ഡോണ്ട് വോണ്ട് ടു ബി ദ ഫസ്റ്റ് കസ്റ്റമർ. അങ്ങനെ തകർന്നു പോയി. അപ്പോൾ അന്ന് ഈ കസ്റ്റമറിനെ എങ്ങനെ ഹൗ ഡിഡ് ഐ മേക്ക് മൈ ഫസ്റ്റ് കസ്റ്റമർ? ഓൺലി റിലേഷൻഷിപ്പ്. അപ്പോൾ ദെൻ ഐ സെഡ് ഐ ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം സീറോ. ഞാൻ ഫ്രൈഡേ വൈകിട്ട് ഇവിടുന്ന് പോകും. അന്ന് അവിടെ സാറ്റർഡേ സൺഡേ വർക്കിംഗ് ആണ്. സാറ്റർഡേ സൺഡേ മൺഡേ ട്യൂസ്ഡേ അവിടെ വർക്ക് ചെയ്യും. ട്യൂസ്ഡേ ഇവിടെ വരും. ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഇവിടെ വർക്ക് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ബിസിനസ് ആണ് ഇത് ഫീഡ് ചെയ്യുന്നത്. ഇപ്പോൾ UAE തുടങ്ങുന്ന കഴിഞ്ഞാൽ കളി മാറി. ഒരു രൂപ എന്ന് പറഞ്ഞത് 15 രൂപയായി ഫോർ എവറിത്തിങ്. സോ യു ആർ നോട്ട് ഈ സെയിം കാശ് വെച്ചിട്ട് യു ആർ എക്സ്പാൻഡിങ് ഇൻ ടു എ ന്യൂ പ്ലേസ്. സോ ഭാഗ്യത്തിന് ആ സമയത്ത് എയർ അറേബ്യയും തുടങ്ങി. അപ്പം അതുകൊണ്ട് ലോ കോസ്റ്റ് ഫ്ലൈറ്റിൽ ഷാർജയിൽ പോയി ഇറങ്ങാൻ പറ്റി. എന്നിട്ട് അവിടെ ഹോട്ടലിൽ താമസിച്ച് അങ്ങനെ ഈ ട്രിപ്പ് അടിയായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് എങ്ങനെ പുതിയ ക്ലയൻസിനെയൊക്കെ കണ്ടുപിടിക്കാൻ? അത് അപ്പോൾ അവിടെ ഒരാളെ ഹയർ ചെയ്തു, എൻ്റെ കോളേജിലെ ജൂനിയറിനെ. പുള്ളി മീറ്റിംഗ് വെക്കും. ഇങ്ങനെ അവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, സംസാരിച്ച് അവർക്ക് ഒന്നേന്ന് തുടങ്ങുകയാണ്, 0. ആ ഒരു കൊല്ലം ഇവിടെ ഉള്ളവർക്ക് സാലറി കൊടുക്കണം, ഒടുക്കത്തെ സാലറി ഇവിടെ കൂട്ടി ഡെവലപ്മെന്റ് നടക്കണം, കൊച്ചി നോക്കണം, ഇത് 3 നോക്കണം. ആ ഒരൊറ്റ കൊല്ലം ഈ മുടിയെല്ലാം പോയത് കത്തിപ്പോയി. ഏറ്റവും ടഫസ്റ്റ് ടൈം. ആൻഡ് ഒരൊറ്റ കസ്റ്റമർ ഓർഡർ വരില്ല, ബിക്കോസ് അവിടെ കസ്റ്റമർ ഇല്ല. സോ ദാറ്റ് സെയിം സ്റ്റോറി ഓഫ് എത്ര കാലം എടുത്തു? ഒരു കൊല്ലം എടുത്തു ഒരു ക്ലയന്റിനെ കിട്ടാനായിട്ട്. ഈ
കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ഇത്രയും ക്ലയൻറ്റ് ലിസ്റ്റിനെ കൊടുത്തിട്ടും ഇവർ ഒരൊറ്റ ആൾ ഓർഡർ സൈൻ ചെയ്യില്ല. തകർന്നുപോയി. പക്ഷേ ഒരു കാര്യം കൂടെ ചെയ്തു. ഇവിടെ ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന സാധനം 10 ലക്ഷം രൂപയ്ക്കായിരുന്നു. അവിടെ ഞാൻ കോട്ട് ചെയ്തത് 60 ലക്ഷം രൂപയ്ക്കാണ്. എന്തുകൊണ്ടാണ് അത്ര ഇരട്ടിയെന്ന് വെച്ചാൽ അവിടെ എക്സ്പെക്ടേഷൻ ഓഫ് സർവീസ് അത്രയും ഹൈ ആണ്, കോസ്റ്റ് അത്രയും ഹൈ ആണ്, അവരുടെ ബൈയിങ് പവർ അത്രയും ഹൈ ആണ്. അപ്പോൾ ദർ വെയർ കസ്റ്റമേഴ്സ് ഹു വെർ വില്ലിംഗ് ടു ഗിവ് മി ആൻ ഓർഡർ അറ്റ് 20 lakhs. പക്ഷെ ഞാൻ എടുത്തില്ല. ബിക്കോസ് ഒരിക്കലും ഒരു നമ്മുടെ പ്രൈസ് സെറ്റായാൽ പിന്നെ കൂടാൻ പറ്റില്ല, പിന്നെ മാർക്കറ്റിൽ അറിയും. അപ്പൊ ഇത് 60 ലക്ഷം തന്നെ കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ആ വാശി പിടിച്ചതുകൊണ്ടാണ് ഒരു കൊല്ലം എടുത്തത്. അപ്പൊ നിങ്ങളുടെ ആദ്യത്തെ 60 ലക്ഷത്തിന്റെ ഓർഡർ കിട്ടാൻ വേണ്ടി എത്ര ലക്ഷം ചെലവാക്കിയിട്ടുണ്ടോ? കൊണ്ടുപോകാൻ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഹാൻഡ് ടു മൗത്ത് ഇതാണ്. ഈ ഇവിടുന്ന് എയർ അറേബ്യയിൽ പോവും, അവിടെ ഒരു വീടെടുത്തു, ഏനോ എല്ലാം മിനിമലിസ്റ്റിക്, ഏനോ കുബൂസ് അടിച്ച്, ഏനോ മിനിമലിസ്റ്റിക് ലൈഫായിരുന്നു. പ്ലസ് ഇവിടെ നമുക്ക് ക്യാഷ് ഫ്ലോ വേണ്ടി. ആ സമയത്തേക്കാണ് ഞാൻ പറഞ്ഞില്ലേ, സാലറി സഫർ ചെയ്യും, പിന്നെ സ്വർണം കൊണ്ട് വെക്കും. ആ 1 year was a one hell of a How old were you at that time? So that was 2005, 2006. കുട്ടികളും പഠിക്കണമൊക്കെ അല്ല, പിള്ളേർ അപ്പൊ ഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് ഞാൻ നാട്ടിലോട്ട് റീലൊക്കേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ ചെലവ് 0 ഫാറിനന്മാരുടെ താമസിക്കുന്നത്. പിള്ളേരെ ഇവിടെ സ്കൂളിലാക്കി. അപ്പോൾ ബാംഗ്ലൂരിലെ ചിലവൊന്നുമില്ല. ബാംഗ്ലൂർ വാസ് എ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ചിലവ്. അപ്പോൾ നമ്മളൊരു ഉത്തരവാദിത്വം ഇല്ല വീട്ടിൽ. ബിക്കോസ് കണ്ടമാനം ആൾക്കാരുണ്ട് അവരെ നോക്കാൻ. അപ്പോൾ വൈഫിന് പിള്ളേരെ നോക്കാം, അവരെ ഫോക്കസ് ചെയ്യാം. മറ്റേ ബാംഗ്ലൂർ വെച്ചാൽ എല്ലാ കാര്യവും നമ്മുടെ തലയല്ല. അപ്പോൾ അതൊരു ഭയങ്കര ബ്രേക്ക് ത്രൂ ആയിരുന്നു. അപ്പോൾ ആ ഒരു കൊല്ലം നമുക്ക് ബിസിനസ് കിട്ടിയില്ലെങ്കിലല്ലേ ഇവർ നമ്മുടെ സെപ്സിന്ന് പുറത്താക്കുകയെ. അതാണ് അതിൻ്റെ സൈഡിലെ ടെൻഷൻ. അത് ഏറ്റവും വലിയ റിസ്കി പീരീഡ് അതായിരുന്നു, ഏറ്റവും ഹയസ്റ്റ്. അത് കഴിഞ്ഞ് ഒരു ഓർഡർ അങ്ങോട്ട് കിട്ടി. പിന്നെ ഓർഡറിൻ്റെ പെരുന്നാളായി. പിന്നെ നോ ലുക്കിംഗ് ബാക്ക്. ഒരിക്കലും നമ്മൾ ഫോറിൻ ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങിയാൽ പേയ്മെൻറ്റ്സ് അടിപൊളി എല്ലാം, പിന്നെ നമുക്ക് സ്ട്രെസ്സേ ഇല്ല. അന്ന് തൊട്ട് ഒരു 2015 വരെ വി നെവർ ഡിഡ് എനി ബിസിനസ് ഇൻ ഇന്ത്യ. എല്ലാം ഫോറിൻ ആയിരുന്നു. അതുപോലെ ബിക്കോസ് ഫോറിനിൽ എന്താ വെച്ചാൽ ആൾക്കാർക്ക് പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ ബാക്കിയുള്ളവരോട് പറയും, ടക്കാന്ന് ബിസിനസ് വരാൻ തുടങ്ങും. പിന്നെ ബിസിനസ് അങ്ങ് കയറി. യുനോ, അപ്പോഴാണ് ടെൻഷൻ കംപ്ലീറ്റ്ലി തീർന്നത്. ആ ഒരു 1 or 2 years ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി എടുക്കൽ. അപ്പോഴാണ് ആ TDB ലോൺ കിട്ടിയത്. അപ്പോൾ ഈ TDB ലോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇന്ന ദിവസം ലോൺ താ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോംബെ ഡൽഹി പോയി കിടക്കും. 2-3 ദിവസം ഈ ചങ്ങായി വരികയില്ല. അവിടെ കിടക്കുക, ലോൺ കിട്ടണ്ടേ പണ്ടാരം, ഇവിടെ സാലറി കൊടുക്കണ്ടേ. ഭയങ്കര അത് ഒരൊറ്റ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടല്ല തരുന്നത്. അല്ല, എന്നിട്ട് ഓരോ 25 ലക്ഷം രൂപ വരും. അത് കഴിഞ്ഞ് അവരിവിടെ വന്ന് ചെക്ക് ചെയ്യും. അവർ വന്നാൽ ഒടുക്കത്തെ ചെലവാ, അവരെ നോക്കണം. പിന്നെ അവർ പോയിട്ട് ഓക്കെ അടുത്ത 25 ലക്ഷം രൂപ കൊടുക്ക്, പിന്നെ 25, അങ്ങനെ തരുള്ളൂ. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ അത് വെച്ച് എന്ത് ചെയ്തു നല്ല റിപ്പോർട്ട് കൊടുക്കണം. അവിടെ നിന്ന് ഒരു 5-8 പേര് ഇവിടെ വരും ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി. ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്. എന്നിട്ട് അത് സമയത്തിന് ഡിസ്പേഴ്സ് ചെയ്യില്ല. അപ്പോൾ ആ പ്രതീക്ഷയിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതേ, പക്ഷെ കിട്ടൂല. ആൻഡ് ഇന്ത്യൻ ബിസിനസ് കുറഞ്ഞു ബിക്കോസ് ഞാൻ ഫോക്കസ് പുറത്താ. ഞാനൊരു കാര്യം ചെയ്യും, ഇഫ് യു ക്യാൻ ഡിസ്ക്ലോസ്. അപ്പോൾ അത്രയും ഒരു ഇന്നിപ്പോൾ 2026 നിൽക്കുന്നത്, 2004 2005-06 20 years later, can you disclose your revenue, annual revenue? But now we are a 100 crore company. Wow. So you have 100 crore software product business revenue. Okay. And reasonable profit. Looking back, what was the biggest decision that you made in the last from the beginning of the start of the product in the Ootikkodu? What is that one decision that made all the changes? The most important decision which was forced on me was to look at business abroad. Okay. ആ ഒരു സിംഗിൾ ഫാക്ടർ കാരണമാണ് വി ആർ ഏബിൾ ടു ഗ്രോ. ഇത് ഇന്ത്യയിൽ ആ ബിസിനസ് ചെയ്തായിരുന്നെങ്കിൽ ഇവിടെ നെവർ സർവൈവ്ഡ്. ബിക്കോസ് ഇവിടുത്തെ ക്യാഷ് ഫ്ലോ ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആണ്. ആൻഡ് പീപ്പിൾ ക്യാൻ ബി അബ്സല്യൂട്ട്ലി അൺറീസണബിൾ.
നമ്മളോട് പറയും ഈ പണി ചെയ്താൽ ഞാൻ പേയ്മെൻറ്റ് തരാം എന്ന് പറഞ്ഞിട്ട് നേരെ തിരിഞ്ഞിട്ട് ഇത് തരാൻ പറ്റില്ല ബിക്കോസ് ഞങ്ങൾക്ക് ഹാപ്പി അല്ല എന്ന് പറയും. ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കാര്യം നമ്മൾ പുറത്ത് നടക്കൂല. ബിക്കോസ് അവിടെ ബേസിക് ക്വാളിറ്റി ഓഫ് പീപ്പിൾ ആർ, ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. വാക്ക് പറയാൻ ചില ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതാ. നമ്മൾ എങ്ങനെ ബിസിനസ് ചെയ്യും? നമ്മൾ ജീവിതമേ തന്നെ വാക്കിൻ്റെ പുറത്താണ് റൺ ചെയ്യുന്നത്. സോ വെൻ യു ആർ ഗിവിംഗ് ദം എ പ്രോമിസ് ആൻഡ് യു ആർ ഡൂയിങ് എവറിത്തിങ് ഫോർ ദം ആൻഡ് ഇഫ് ദേ ഡോണ്ട് ഹാവ് എ റെസിപ്രോക്കേഷൻ, തീർന്നില്ലേ? ഹൗ വിൽ യു ഡു എ ബിസിനസ്? അല്ല, മാനസികമായിട്ടും തളർന്നു പോകും. അല്ല, മാനസികമായിട്ടല്ല, നമുക്ക് എന്നറിയാമോ, ഇമോഷണലായി പോകും. അപ്പോൾ ആ ഇമോഷണൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ലല്ലോ, പിന്നെ നമ്മുടെ ഇമോഷനിൽ വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഒരു മേജർ ഡിസിഷൻ ആയിരുന്നു വിച്ച് ഫോഴ്സ്ഡ് us to look at overseas business. And also ഞാൻ പറഞ്ഞില്ലേ, to stick on to that price was very important. Just because അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, അവിടെ ഈ മോസ്റ്റ് ഓഫ് ദീസ് മൾട്ടിനാഷണൽസ് അബ്രോഡ് അവിടെ പ്രൊക്യൂർമെന്റ് ഇരിക്കുന്ന ഇന്ത്യൻസ് ആയിരിക്കും. അവർ പറയും വി വോണ്ട് ടു ചെക്ക് വിത്ത് യുവർ കസ്റ്റമർ, നിങ്ങളുടെ ഇന്ത്യൻ കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് തരാൻ പറയും. നമ്മളിത് കൊടുത്തിട്ട് അവരെ വിളിച്ച് ചോദിക്കുന്ന പ്രൈസാ, അവിടെയൊക്കെ എത്രയൊക്കെയാ വിറ്റെന്ന് ചോദിക്കും. എന്നിട്ട് ഇപ്പോൾ പുള്ളി പറയും ഞങ്ങൾക്ക് ഇത്രയാണെങ്കിൽ തരാമെന്ന് പറയും. അവൾ പറയില്ലേ ഇത് സംസാരിച്ചത്, നിങ്ങൾ ഇത്രയും കോട്ട് ചെയ്തേക്കണം, ഇത്രയൊക്കെ ആണെങ്കിൽ ഓർഡർ തരാം. വേണ്ട. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂ മനസ്സിലായിട്ടില്ല. ഞാൻ വിൽക്കുന്ന സാധനത്തിൻ്റെ വാല്യൂ അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ വാല്യൂ കൺവിൻസ്ഡ് ആയിട്ട് മേടിച്ചാൽ മതി. ബിക്കോസ് ഇവർക്ക് ആർക്കും ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷൻ ഇല്ല. നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ടെക്നിക്കൽ ആൾക്കാർ പുഷ് ചെയ്യും. സി ദാറ്റ് ഇസ് ദ സെയിം സ്റ്റോറി വിച്ച് ഐ ഹാഡ് ഇൻ ദ ബിഗിനിങ് ഓൾസോ. You don't have to change your terms if you believe in yourself. Only when you feel that you have to give in, then you lost. Correct. So when I had to sell this to an American customer, ഇതിനേലും 2 times ആണ്. Because അവർക്ക് ബൈയിങ് പവർ അത്രയാ, അവർക്ക് കിട്ടുന്ന വാല്യൂ അത്രയാ. അപ്പോൾ വാല്യൂ ബേസ്ഡ് ആണ് ആ പ്രോഡക്റ്റ് സെല് ചെയ്തുകൊണ്ടിരുന്നത്. ഇറ്റ് വാസ് നോട്ട് ബേസ്ഡ് ഓൺ സ്റ്റാൻഡേർഡ് പ്രൈസ് ബിക്കോസ് ഐ വോണ്ട് ടു ഡീൽ. അത് മാത്രമല്ല, their expectations are also higher. അപ്പോൾ എക്സ്പെക്ടേഷൻ അല്ല, ക്വാളിറ്റി ലെവൽസ് ആർ വെരി ഹൈ, സർവീസ് ലെവൽസ് ആർ വെരി ഹൈ. അതിന് നമുക്ക് കോസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ഫാക്ടർ ചെയ്തില്ലെങ്കിൽ നാളെ ഇത് പ്രോഫിറ്റബിൾ ആവൂല. at what you sell. വിറ്റിട്ട് പോയാൽ പോരല്ലോ. ഇറ്റ് ഇസ് എ പ്രോഡക്റ്റ്. ജീവിതകാലം മുഴുവനോ കസ്റ്റമർ യൂസ് ചെയ്യേണ്ട. ലൈക്ക് ടുഡേ വി ഹാവ് എ കസ്റ്റമർ ഹു ബോട്ട് ഇൻ 1998 still using our product because though that company itself has changed hands to 4 other companies. It got sold to an American company, American വേറെ വിറ്റു. എന്നാലും ഈ പ്രോഡക്റ്റ് എന്തുകൊണ്ടാ? ക്വാളിറ്റി. അപ്പോൾ അതിൻ്റെ ബേസിക് തിങ് ഇസ് യു നെവർ ഗിവൻ ഇഫ് യു ബിലീവ്. വാല്യൂ കസ്റ്റമർ കണ്ടില്ലെങ്കിൽ ദേ ഷുഡ് നോട്ട് ബൈ യുവർ പ്രോഡക്റ്റ്. നമ്മളൊരു സാധനം വിൽക്കാൻ പോകുന്നുണ്ടെങ്കിൽ മിനിമം നമുക്കെങ്കിലും അതിന്റെ കാര്യത്തിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. കോൺഫിഡൻസ് വേണം. നമുക്ക് അതിനൊരു വാല്യൂ കൊടുക്കണം. ഇത്ര രൂപയാണെന്ന് അതെനിക്ക് കിട്ടിയാലേ മുതലാവുള്ളൂ എന്നെങ്കിൽ അങ്ങനെ വിൽക്കാവൂ. അല്ല, എനിക്ക് തോന്നുന്നു ഇത് പ്രൊഡക്റ്റിൽ മാത്രമല്ല, ചിലപ്പോൾ കുറച്ച് കാര്യത്തിലും വ്യക്തിബന്ധങ്ങളിലും അത്രേ ഉള്ളൂ. നമുക്കൊരു ഇത്ര വലിയ വില തരാത്ത ആളുമായിട്ട് നമുക്ക് ഇപ്പൊ ഞാനിപ്പോ ഒരു കസ്റ്റമറായിട്ട് ഡീൽ ചെയ്യാവും, മെൻഷൻ ദ നെയിം. ആ കസ്റ്റമർ വലിയ കമ്പനി ആയതുകൊണ്ട് അവര് ഡീലിംഗ് അങ്ങനെയാണ്. അവർ പറയാം എനിക്ക് നാളെ തന്നെ നിങ്ങൾ വരണം. നമ്മൾ പോയി നമ്മൾ ഇത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവരെ എന്തായി നമ്മൾ വിളിക്കുമ്പോൾ ഞങ്ങൾ ഡിസിഷൻ ഇപ്പൊ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും വിളിക്കും, ഇപ്പൊ തന്നെ വരണം. നമ്മൾ പിന്നെയും പോയി. അത് കഴിഞ്ഞിട്ട് ഫോൺ വിളിച്ച് എടുക്കൂല. പിന്നെ 3ാമത്തെ പ്രാവശ്യം വി ഡോണ്ട് വാണ്ട് ടു ഡു ബിസിനസ് വിത്ത് യു. ബിക്കോസ് നിങ്ങൾ എന്നെ ഐ ടു ഐ കണ്ട് എന്നെ റെസ്പെക്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യേണ്ട. ബിക്കോസ് ആ സ്ട്രെസ് എനിക്ക് എടുക്കാൻ വയ്യ. എന്ത് റിലേഷൻഷിപ്പിലാണ് വെരി ഇമ്പോർട്ടന്റ് ലെസൺ. നമ്മുടെ ബൗണ്ടറി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം 100%. ബിക്കോസ് നമ്മൾ അറഗൻസ് അല്ല കാണിക്കുന്നത്. നമ്മൾ യു ആർ മോഡസ്റ്റ്, യു ആർ നോട്ട്. പക്ഷേ ഇഫ് ദ അതർ പേഴ്സൺ ട്രീറ്റ്സ് യു അറഗൻറ്റ്ലി ആൻഡ് ഡസൻറ്റ് റെസ്പെക്ട് യു, ആ റിലേഷൻഷിപ്പിൽ ഒരു വാല്യൂ ഇല്ല. അപ്പോൾ അതാണ് കസ്റ്റമർ. ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലൈഫ് ലോങ് റിലേഷൻഷിപ്പാണ്. ബിക്കോസ് യു ആർ സെല്ലിംഗ് ദം എ പ്രോഡക്റ്റ്. നിങ്ങളൊരു മൊബൈൽ മേടിച്ചാൽ നിങ്ങൾ എത്ര നാൾ ഉപയോഗിക്കുന്നോ ആ കമ്പനിയായിട്ട് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പാണ്. അതുപോലെയാണ് ഞങ്ങളൊരു എന്റർപ്രൈസ് സോഫ്റ്റ്വെയറാണ്. നമ്മൾ അവരെ കയ്യിലെ വെള്ളയില കൊണ്ട് നടക്കുന്നത്. പക്ഷെ അവർക്ക് ആ വാല്യൂ കണ്ടില്ലെങ്കിൽ വാട്ട് ഇസ് യൂസ്? അറിഞ്ഞു വിളമ്പണം എന്ന് പറയും.